सरस्वती नमः। ॐ सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्ति। ഹരി ഓം, നമസ്കാരം. ആദ്യം നിങ്ങളേക്കൊന്ന് പരിചയപ്പെട്ടാൽ നന്നായിരിക്കും. എന്താണ്, ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിഞ്ഞാൽ കുറച്ചുകൂടെ സഹായമായിരിക്കില്ല. ഞാൻ ജസ്റ്റ് പേരും എവിടുന്നാണ് വരുന്നത്, എന്താണ് ചെയ്യുന്നതെന്നത് അറിയിച്ചാൽ അപ്പോൾ എനിക്ക് അതനുസരിച്ചിട്ട് ആരോടാണ് സംസാരിക്കേണ്ടതെന്നനുസരിച്ച് വിഷയം രൂപീകരിക്കാൻ വെച്ചിട്ടാണ്. ഹരി ഓം സ്വാമി. എൻ്റെ പേര് ശങ്കരൻകുട്ടി, സംശയകാരിയാണ്. ഞാൻ പൂവണി ശിവക്ഷേത്രത്തിലെ ഭരണസമിതി അംഗമാണ്. അപ്പോൾ അങ്ങയുടെ പുസ്തകങ്ങളൊക്കെ എഴുതുന്നുണ്ട്. നമസ്കാരം. നമസ്കാരം. ഞാൻ പൂവണി അമ്പലത്തിൻ്റെ സെക്രട്ടറിയാണ്. കോലടിയിൽ ഞാൻ താമസം. പേര് നാരായണൻ പൊന്നോൾ. ഞാൻ ഡോക്ടർ മുരളീധരൻ. ഞാൻ ആധ്യാത്മിക ക്ലാസ് എടുക്കുന്ന നമസ്കാരം. ഞാൻ വിജയൻ, മാവൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹിയാണ്. താമസിക്കുന്ന അവിടെ. ഹരിദാസ്. എൻ്റെ പേര് സുബ്രഹ്മണ്യൻ. ഞാൻ മണ്ണുത്തിൽ നിന്ന് വരുന്നു. ചിന്മയ മിഷൻ്റെ ലൈഫ് മെമ്പറാണ് തൃശ്ശൂർ യൂണിറ്റിൽ. ഞാൻ മണ്ണുത്തിൽ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തെ റെപ്രസെൻ്റ് ചെയ്യും. ഞാൻ മണ്ണൂര്. ഞാൻ ആധ്യാത്മിക വിഷയങ്ങളുമായിട്ടുള്ള താല്പര്യം വൈകുന്നേരത്ത് സ്വാമിയുടെ താമസിക്കുന്നത് കേൾക്കാൻ വരാറ്. ഗുരുവായൂർ. നമസ്തേ. മോഹനകൃഷ്ണൻ, കേരള ക്ഷേത്ര സംരക്ഷണത്തിലെ ജില്ലാ വൈസ് സെക്രട്ടറി, മൂന്ന് താമസം. നമസ്കാരം സ്വാമി. ഞാൻ കുക്കഞ്ചേരി അച്ഛൻ ദേവർ ശിവക്ഷേത്രത്തിൻ്റെ ക്ഷേത്രസമിതി പ്രസിഡന്റാണ്. അണ്ണമാല നിവാസി രജീന്ദ്രൻ. നമസ്കാരം. ഞാൻ രമേശൻ, കുക്കഞ്ചേരി അച്ഛൻ ദേവർ ശിവക്ഷേത്രത്തിലെ ജോയിന്റ് സെക്രട്ടറിയാണ്. ഞാൻ ജയലക്ഷ്മിയിലടുത്തുനിന്ന് വരുന്നു. അതൊന്നു ക്ലാസ്സിലൊക്കെ വരുന്ന നമ്പറാണ്. വേണുഗോപാലൻ, കോലടി പോലീസ് ശിവക്ഷേത്രം. ഇവരെ രണ്ടുപേരുടെ കൂടെ വന്നിട്ടാണ്. നമസ്കാരം. എൻ്റെ പേര് രാജേഷ് കൊടുക്കര. ഞാൻ പാലിയ ഗ്രൂപ്പ് ദിവസത്തിൽ വർക്ക് ചെയ്യും. നമസ്തേ. ഞാൻ അഡ്വക്കേറ്റ് സോമസുന്ദരൻ, ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഇരിഞ്ഞാലക്കുട ജില്ലാ അധ്യക്ഷനാണ്. നമസ്കാരം സ്വാമി. ജയറാം സാധകൻ. ശരി. വളരെ കാലികമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ക്ഷേത്ര ചൈതന്യ അഭിവൃദ്ധി എന്നുള്ളത്. നമുക്ക് പ്രത്യേകിച്ചും നമ്മൾ ക്ഷേത്രങ്ങളുമായി വളരെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് നമ്മൾ വളരെ വിശേഷമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. നമ്മൾ ക്ഷേത്രത്തിൽ പ്രവർത്തിക്കുന്നു, നല്ല കാര്യമാണ്. നമുക്ക് ഭഗവാനോട് ഭക്തിയുണ്ട്, വിശ്വാസമുണ്ട്. അതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ കൂടെ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രവൃത്തി മണ്ഡലം കൂടുതൽ വികസിതമാക്കാനും കൂടുതൽ ഊർജ്ജസ്വലമാക്കാനും അത് കുറച്ചുകൂടെ ആളുകൾക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ എത്തിക്കുവാനൊക്കെ സാധിക്കും. അതുകൊണ്ടാണ് മിഷൻ ഇങ്ങനെ ഒരു ചെറിയൊരു കൂടിച്ചേരൽ ചെയ്യാമെന്ന് വിചാരിച്ചത്.
ഞാൻ ആദ്യം കുറച്ചൊന്ന് ക്ഷേത്രാദികളെ കുറിച്ചിട്ടുള്ള ഒരു സാമാന്യമായ ഒരു സംവാദം, ഒരു ചെറിയൊരു ഉപോദ്ഘാതം ചെയ്തിട്ട് ഇൻട്രൊഡക്ഷൻ ചെയ്ത ശേഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കണം. ഈ ക്ഷേത്ര സങ്കല്പം അതിപ്രാചീനമാണ്. നമ്മൾ ക്ഷേത്രങ്ങൾ എങ്ങനെ ഉണ്ടായി എന്ന് ചിന്തിച്ചാൽ, ക്ഷേത്രങ്ങളുടെ ആവിർഭാവം ഉണ്ടാകുന്നത് യാഗകാലഘട്ടത്തോട് ചേർന്നാണ്, അല്ലെങ്കിൽ അതിന് ശേഷമാണ്. നമ്മുടെ പുരാണങ്ങളിലെ സമയത്ത് 4 തിരിച്ചിട്ട് നമുക്കൊക്കെ അറിയാം. ആദ്യത്തേതിന് കൃതയുഗം അഥവാ സത്യയുഗം എന്ന് പറയുന്നു, രണ്ടാമത്തേതിന് ത്രേതായുഗമെന്നും, മൂന്നാമത്തേതിന് ദ്വാപരമെന്നും, നാലാമത്തേതിന് കലി എന്നും പറയുന്നു. ഈ സത്യയുഗത്തിലെ മനുഷ്യർ വളരെ സാത്വികരായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സ് സ്വാഭാവികമായിട്ട് ഈശ്വരനിലേക്ക് ധ്യാനത്തിലൂടെ തന്നെ അവർക്ക് ഈശ്വരനുമായിട്ട് സത്യവുമായി ബന്ധപ്പെടാൻ സാധിച്ചിരുന്നു. അവർക്ക് അതുകൊണ്ട് പലപ്പോഴും ബാഹ്യങ്ങളായിരിക്കുന്ന ഉപാധികൾ അധികം ആവശ്യമുണ്ടായിരുന്നില്ല. പിന്നീട് മനസ്സ് കുറച്ച് ബഹിർമുഖമാവാൻ തുടങ്ങുമ്പോഴാണ്, ത്രേതായുഗത്തിലാണ് യാഗങ്ങളുടെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്നത്. അതുകൊണ്ടാണ് നോക്കൂ, ശ്രീരാമചന്ദ്രന്റെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ അവിടുന്ന് ആരംഭിച്ചതും അവസാനിപ്പിക്കുന്നതും യാഗത്തിലാണ്. അവിടുത്തെ ശ്രീരാമചന്ദ്രന്റെ അവതാര കൃത്യങ്ങൾ ആരംഭിക്കുന്നത് യാഗരക്ഷയിലൂടെയാണ്. വിശ്വാമിത്രന്റെ യാഗരക്ഷയിലൂടെയാണ് അവിടുത്തെ അവതാര കൃത്യങ്ങൾ ആരംഭിക്കുന്നത്. അവസാനം നടന്നതായ അശ്വമേധത്തിലാണ് അവിടുത്തെ അവതാര കൃത്യം പൂർണ്ണമാകുന്നത്. അപ്പോ യാഗരക്ഷ എന്തുകൊണ്ടെന്നാൽ ആ യുഗത്തിന്റെ ധർമ്മം യാഗങ്ങളായിരുന്നു. ഇതിനു ശേഷമാണ് പതുക്കെ ക്ഷേത്രങ്ങളുടെ അഭിവൃദ്ധി ഉണ്ടാകുന്നത്. അതായത് ഏകദേശം നമ്മുടെ കണക്കനുസരിച്ചിട്ട് ത്രേതായുഗത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ മധ്യത്തിലൊക്കെ ആയിട്ടാണ് ക്ഷേത്രസങ്കല്പം പ്രവൃദ്ധമായി തീരുന്നത്. നമുക്കൊരു കാര്യം മനസ്സിലാക്കണം, ഈ സത്യയുഗം, ത്രേതായുഗം, ദ്വാപരം, കലി എന്ന് പറയുന്നത് പണ്ടെന്നോ ഉണ്ടായത് മാത്രമല്ല, ഈ യുഗങ്ങൾ കോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇന്നും ഈ 4 യുഗങ്ങളും ഉണ്ട്. നമ്മൾ അക്ഷയതൃതീയ ആരംഭിക്കുന്നത്, അക്ഷയതൃതീയ ഈ ത്രേതായുഗത്തിന്റെ ആരംഭമായിട്ടാണ് കണക്കാക്കുക. അപ്പോ എന്ന് വെച്ചാൽ എന്താർത്ഥം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ 100 പേരുണ്ട്, അല്ലെങ്കിൽ 1000 പേരുണ്ട്, 1,00,000 പേരുണ്ട്, കോടി പേരുണ്ട്. ഇതിൽ കുറച്ചു പേരിപ്പോഴും സത്യയുഗവാസികളാണ്. അവർക്ക് ബാഹ്യമായിരിക്കുന്ന അവലംബനങ്ങളൊന്നും കൂടാതെ തന്നെ ആത്മാവിനെ ധ്യാനിക്കാൻ സാധിക്കും. പക്ഷേ വളരെ പരിമിതരാണ്. ഇനി ഈ യുഗത്തിൽ തന്നെ ത്രേതായുഗമുണ്ട്. നമുക്കിപ്പോ ഒരു അഗ്നി അല്ലെ, ഇപ്പൊ ഒരു സോമയാഗം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോ ഇപ്പോഴും ഈ യാഗത്തിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന മനോവൃത്തികളോടുകൂടി ആളുകൾ ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇന്ന് പ്രധാനമായും നമ്മെ, പ്രത്യേകിച്ചും ഹിന്ദു സമൂഹത്തെ, ഈശ്വരനുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഘടകം ക്ഷേത്രമാണ്. ഈ പരിശുദ്ധമായ ധ്യാനത്തിനും അഗ്നിക്രിയകൾക്കുമൊക്കെ ഉള്ള അധികാരത്വം, അതിനുള്ളതായ കേപ്പബിലിറ്റി എല്ലാവർക്കും ഇല്ല. അതുകൊണ്ട് തന്നെ ക്ഷേത്രമാണ് ഇന്ന് നമുക്ക് ഏറ്റവും സഹായകരമായിരിക്കുന്ന ഒരു ഘടകം. ഈ ക്ഷേത്രം എങ്ങനെ ആരംഭിച്ചു എന്ന് നമുക്ക് നമ്മുടെ ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ കാണാം. ഈ യാഗങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, യാഗങ്ങൾ പലപ്പോഴും വയലുകളിലാണ് നടക്കുക. യാഗം ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം വെച്ചാൽ, ആ യാഗഭൂമി മുഴുവനും തീയിടും, അഗ്നി കൊടുക്കും. അപ്പോ പ്രധാനമായ കുണ്ഡം നിന്നിരുന്ന ഒരു സ്ഥലത്ത് അവിടെ ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു ശില സ്ഥാപിക്കുക എന്ന ഒരു പ്രവൃത്തി ആരംഭിച്ചു. ആ പ്രവൃത്തി, അപ്പോ ആ ഹോമകുണ്ഡത്തെ യോനി എന്നും, അതിൽ എവിടെയാണ് ഈ ഹോമകുണ്ഡം ഉണ്ടായിരുന്നത് എന്ന് കാണിക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ചിരുന്നതായ ഓവൽ കല്ലിനെ ലിംഗം എന്നും വിളിച്ചു. ലിംഗം എന്ന പദത്തിന്റെ അർത്ഥം സൂചകം എന്നാണ്. എന്തിനു സൂചിക്കുന്നത്? യാഗഭൂമിയെ, അല്ലെങ്കിൽ എവിടെയാണോ പ്രധാന യാഗകുണ്ഡം ഉണ്ടായിരുന്നത് അതിനെ സൂചിപ്പിക്കുന്നതാണ് ആ
ലിംഗം. ലയം ഗച്ഛതി അസ്മിൻ, അല്ലെങ്കിൽ ലീയതേ സൂച്യതേ ലിംഗം. അപ്പോ യജ്ഞവുമായി വളരെ ബന്ധപ്പെട്ടതാണ്. അങ്ങനെ ഒരു യജ്ഞശാലയാണ് പതുക്കെ പതുക്കെ ക്ഷേത്രങ്ങളായി അഭിവൃദ്ധിപ്പെട്ടത്. അതുകൊണ്ടാണ് ഈ ശിവക്ഷേത്രങ്ങൾ ഇപ്പോഴും നമുക്ക് വടക്കോട്ടുള്ള ഓവ് അത് മുറിച്ചു കിടക്കരുത് എന്നതിൻ്റെ ഒരു പ്രധാന കാരണം, യാഗയജ്ഞ വേദികളിലുള്ള പ്രധാന ഹവിസ്, ആ ഹോമകുണ്ഡത്തിന്റെ വടക്കോട്ടുള്ള ചാലിന് സോമസൂത്രം എന്ന് പറയും. സോമസൂത്രം എന്ന ലംഘയേത്, സോമസൂത്രത്തെ മറിച്ചു കിടക്കരുത് എന്ന വൈദിക വിധിയുണ്ട്. ആ വൈദിക വിധി ആ ഹോമകുണ്ഡം പതുക്കെ ക്ഷേത്രമായി തീർന്നപ്പോഴ് ആ വിധി അതുപോലെ അനുഷ്ഠിച്ചു എന്ന് പോരുന്നു. അപ്പൊ അത്രത്തോളം ബന്ധമുണ്ട് ക്ഷേത്രങ്ങൾക്ക് യാഗഭൂമിയുമായിട്ട്. നമുക്ക് ഇത് ശരിക്കും നമ്മളുടെ പുരാണങ്ങൾ, നമ്മുടെ ഇതിഹാസങ്ങളും പുരാണങ്ങളും വായിച്ചു വരുമ്പോൾ പതുക്കെ നമുക്കിത് കാണാൻ പറ്റും അല്ലെ. ഈ ശ്രീരാമചന്ദ്രന്റെ ഒക്കെ സമയത്ത് ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങൾ അത് ശൈവക്ഷേത്രങ്ങൾ മാത്രം. അവിടുന്ന് പ്രതിഷ്ഠിക്കുന്നതും രാമേശ്വരനെയാണ്, ശിവലിംഗമാണ്. അപ്പോ അങ്ങനെയാണ് ഈ ക്ഷേത്ര സങ്കല്പങ്ങളുടെ ആവിർഭാവം. നമ്മുടെ നാട്ടില്, പ്രത്യേകിച്ച് കേരളത്തില്, രണ്ടു വിധത്തിലുള്ളതായ അല്ലെങ്കിൽ പല വിധത്തിലുള്ളതായ ക്ഷേത്രങ്ങളുണ്ട്. പ്രധാനമായിട്ടും കാവുകളെന്നും ക്ഷേത്രങ്ങളെന്നും രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. കാവുകൾ സത്യത്തില് പ്രകൃതിയുടെ തന്നെ ഭാഗമാണ്. കാവ് അല്ലെ, അവിടെ വൃക്ഷനിബിഡമായിട്ട് വൃക്ഷങ്ങളും ലതകളും ഒക്കെ നിറഞ്ഞ് പ്രകൃതിയുമായി ഒന്നായിരിക്കുന്ന ആ ഒരു അവസരത്തില് ആ പ്രകൃതിയെ തന്നെ ആരാധിക്കുക. ആ പ്രകൃതിയിൽ തന്നെ പ്രകൃതിയുടെ പ്രതീകമായിട്ട് ശാസ്താവിനെയോ അല്ലെങ്കിൽ ദുർഗാ പരമേശ്വരിയോ നമ്മൾ പ്രതിഷ്ഠിച്ച് അത് അല്ലെ കാറ്റും വെളിച്ചമൊക്കെ കൊള്ളുന്ന വിധത്തിൽ, അതായത് പ്രകൃതിയുമായി ഒന്നായുള്ള ആരാധന, അതായിരുന്നു കാവുകള്. പതുക്കെ പതുക്കെ കാവുകളൊക്കെ ഇപ്പൊ അമ്പലങ്ങളായിട്ട് മാറി. സത്യത്തിൽ കാവ് പ്രകൃതി തന്നെയാണ്. ആ പ്രകൃതിയുടെ രക്ഷണവും പ്രകൃതിയുടെ ആരാധനവുമാണ് കാവ്. ഇനി ക്ഷേത്രങ്ങൾ എന്താണ്? ക്ഷേത്രങ്ങൾക്ക് പല പല ഭാവങ്ങൾ. നമ്മുടെ ഭാരതത്തിന്റെ പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല വിധത്തിലുള്ളതായ ക്ഷേത്രങ്ങൾ കാണാൻ പറ്റും. ഇപ്പൊ നമ്മുടെ നാട്ടിലെ പോലെയല്ല ഉത്തരഭാരതത്തിലൊക്കെ. എന്തുകൊണ്ടെന്നാൽ ക്ഷേത്രത്തിന് പല സങ്കല്പങ്ങളുണ്ട്. ഒന്നാമത്തത്, ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു ആരാധനാലയമാണ്. ക്ഷേത്രം ഈശ്വരനെ ആരാധിക്കുവാനുള്ള ഒരു സ്ഥലമാണ്. ഉത്തരഭാരതത്തിലെ പല ക്ഷേത്രങ്ങളും അങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ പോകാം. നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതായ വെള്ളം കൊണ്ടോ പാല് കൊണ്ടോ ഒക്കെ ശിവനെ അഭിഷേകം ചെയ്യാം. നമ്മൾ കൊണ്ടുപോകുന്ന വസ്തുക്കൾ ഭഗവാന് നിവേദിക്കാം. നമ്മൾ പറിച്ചു കൊണ്ടുപോകുന്ന പൂക്കളെ കൊണ്ട് ഭഗവാനെ ആരാധിക്കാം. എന്തുകൊണ്ട്? അതൊരു ആരാധനാലയമാണ്. അപ്പൊ ആരാധന ചെയ്യാൻ എല്ലാവർക്കും അധികാരമുണ്ട്. അതുകൊണ്ടാണ് ഉത്തരഭാരതത്തിലെ പല ഭാഗങ്ങളിലെ ക്ഷേത്രങ്ങൾ ഭക്തന്മാർക്ക് മുഴുവൻ തുറന്നിട്ടുള്ളതാണ്. ആർക്കും പോകാം, ആർക്കും ആരാധിക്കാം. അപ്പോ ക്ഷേത്രത്തിന്റെ ഒന്നാമത്തെ തലം ഒരു ആരാധനാലയം, അതാണ് ബേസിക്. പിന്നീട് കുറച്ചുകൂടെ ഈ ക്ഷേത്രസങ്കല്പം മുന്നോട്ട് പോകുമ്പോഴാണ് അടുത്ത ഒരു ഭാവം വരുന്നത്. അതായത് ക്ഷേത്രം എന്ന് പറയുന്നത് ഈശ്വരന്റെ ആലയമാണ്, ദേവ ആലയം. നോക്കൂ, നമ്മുടെ ഭക്തന്മാർക്ക് പ്രാധാന്യമുള്ളതാണ് ആരാധനാലയം. ദേവാലയം എന്ന് പറയുമ്പോൾ ദേവന്റെ ആലയമാണ്. അവിടെ ദേവന് പ്രാധാന്യം കൂടുതലാണ്. നമുക്ക് നമ്മുടെ വീട്, ആലയം ച വീട്, അപ്പൊ ഈശ്വരന്റെ വീടാണ് ക്ഷേത്രം എന്നൊരു സങ്കല്പത്തിലേക്ക് പതുക്കെ ഇത് വളരുകയാണ്. അപ്പൊ ഒരു വീട്ടിലാവുമ്പോൾ അല്ലെ, വീട്ടില് ബെഡ്റൂം ഉണ്ട്, വീട്ടില് ഡൈനിങ് റൂം ഉണ്ട്, വീട്ടില് സിറ്റിംഗ് റൂം ഉണ്ട്. ഇപ്പൊ നമ്മളൊരു വീട്ടിലേക്ക് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരികയാണെങ്കിലോ ഉടനെ അയാൾ ബെഡ്റൂമിലേക്ക് കയറുന്നില്ല. നമ്മൾ അദ്ദേഹത്തെ അല്ലെ വിസിറ്റിംഗ് റൂമിലെ സിറ്റിംഗ് റൂമിൽ ഇരുത്തി സംസാരിച്ച് ഭക്ഷണം കൊടുക്കാനുണ്ടെങ്കിൽ ഡൈനിങ് ഹാളിൽ കൊണ്ടുപോയി. അല്ലാതെ വരുന്ന ഒരു മുഴുവൻ അടുക്കളയിലും ബെഡ്റൂമിലൊന്നും കയറില്ല. അതിന് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എന്തുകൊണ്ട്? അതൊരു ആലയമാണ്, അതൊരു വീടാണ്. അങ്ങനെയാണ് പതുക്കെ ക്ഷേത്രങ്ങൾ ദേവാലയങ്ങളായി തീരുന്ന ഒരു പ്രതിഭാസം, ഒരു വളർച്ച. നോക്കൂ, ദേവാലയങ്ങളായിരിക്കെ തന്നെ അത് ആരാധനാലയങ്ങളുമാണ്. പക്ഷേ വെറും ആരാധനാലയം മാത്രമല്ല, അതൊരു ദേവാലയം, ദേവന് വീട് കൂടിയാണ്. അതുകൊണ്ട് അതിലൊരു പ്രൈവസി എന്നൊരു പാർട്ട് പതുക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ഭാഗങ്ങളെ വീണ്ടും ഈ ക്ഷേത്രങ്ങളുടെ വികാസ സമയത്താണ്
അതിനെയാണ് പ്രാകാരങ്ങൾ. ദേവാലയങ്ങൾ ദേവന്മാരുടെ വീട് മാത്രമല്ല, ഇത് കൊട്ടാരങ്ങളാണ്. അല്ലെ? നമുക്ക് പല സെക്ഷനും സപ്തപ്രാകാരങ്ങൾ, 7 കോട്ടകളൊക്കെ ഉണ്ടാവും. ആ കോട്ടകൾക്കുള്ളിലായിട്ടാണ് കൊട്ടാരം. അപ്പോ അവിടെ ഒരു വീട് പോലെ മാത്രമല്ല, അവിടെ ഭഗവാന് ഉറങ്ങാൻ വേണ്ടിയിട്ട് ശയനഗൃഹം വേറെ ഉണ്ടാവും. നമ്മളെല്ലാം കാണാൻ വേണ്ടി വന്നിരിക്കുന്നതായ സഭാമണ്ഡപം വേറെ ഉണ്ടാവും. പിന്നെ പാട്ട് കേൾക്കാനും നൃത്തം കാണാനുള്ളതായിട്ടുള്ള സഭകൾ വേറെ ഉണ്ടാവും. പിന്നെ എന്താണ്, വഞ്ചിയിൽ സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതായിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ഉണ്ടാവും. പിന്നെ ഊഞ്ഞാലാടാനുള്ള സ്ഥലം ഉണ്ടാവും, വസന്തമണ്ഡപം ഉണ്ടാവും. എന്തുകൊണ്ട്? അത് കൊട്ടാരമാണ്. നമ്മള് പ്രത്യേകിച്ചും തമിഴ്നാട്ടിലൊക്കെ ഉള്ള മഹാക്ഷേത്രങ്ങൾ, അവിടെ അതൊരു ആരാധനാലയമാണ്, ഭഗവാന്റെ ആലയമാണ്. പക്ഷേ അതിൽ കൂടുതലായിട്ടത് ഒരു കൊട്ടാരമാണ്. ആ കൊട്ടാരത്തിലെ രാജാവിനെ കാണാൻ പോകുന്ന പോലെ നമ്മളെ ഈശ്വരനെ, ഭഗവാനെ കാണാനും ആരാധിക്കാനും പോവേണ്ടത്. ഇനി ഇതിൽ നിന്നൊക്കെ കുറച്ച് ഭിന്നമായിട്ടുള്ള ഒരു സങ്കല്പമാണ് കേരളത്തിലെ ക്ഷേത്രങ്ങൾ. എന്തുകൊണ്ടെന്നാൽ കേരളീയ ക്ഷേത്രങ്ങൾ താന്ത്രിക ക്ഷേത്രങ്ങളാണ്. എന്ന് വെച്ചാലോ, തന്ത്രശാസ്ത്രത്തെ ആധാരമാക്കിയിട്ടാണ് ക്ഷേത്രകൽപ്പന കേരളത്തില്. അതുകൊണ്ട് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ഒരു പ്രത്യേകമായ ചൈതന്യം, അത് മറ്റ് ക്ഷേത്രങ്ങളിൽ പലപ്പോഴും നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാ? ഒരുപക്ഷെ നമ്മൾ യൂസ്ഡ് ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെ മാത്രമല്ല, എത്രയോ പേര് ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് വരുന്നവർക്കും കേരളത്തിലൊരു കുഞ്ഞു ക്ഷേത്രത്തിൽ പോയാൽ പോലും അനുഭവിക്കുന്ന ഒരു പ്രത്യേകമായ അനുഭൂതി, അത് പലപ്പോഴും മറ്റ് പല ക്ഷേത്രങ്ങളിലും ലഭിക്കാറില്ല. എന്താണ് ഈ കേരളീയ ക്ഷേത്രങ്ങളുടെ പ്രത്യേകത? കേരളത്തിലും പല കണക്കിലുള്ളതായ പല രീതിയിലുള്ളതായ ക്ഷേത്രങ്ങളുണ്ട്. പക്ഷേ ഇവയുടെ എല്ലാം ബേസിക് എന്ന് പറയുന്നത് 2 തലങ്ങളാണ്. ഒന്ന്, ഈ ലോകത്തുള്ളതായ പഞ്ചകോശ കൽപ്പന. നമുക്ക് ഓരോരുത്തർക്കും, ഓരോ മനുഷ്യനും 5 കോശങ്ങൾ അല്ലെങ്കിൽ 5 തലങ്ങൾ ഉണ്ട് എന്ന് പറയണം. ഒന്ന് നമ്മുടെ ഈ ഫിസിക്കൽ പ്ലെയിനാണ്, ഈ കാണുന്നതായ ഈ ഫിസിക്കൽ പ്ലെയിൻ. ഇതിന് അന്നമയ കോശം എന്ന് ശാസ്ത്രം പറയും. അന്നം കൊണ്ടുണ്ടായത് അല്ലേ, ഫിസിക്കൽ ഗ്രോസ് ബോഡി, സ്ഥൂലമായ ശരീരം. ഇനി ഈ സ്ഥൂലമായ ശരീരത്തെ ചലിപ്പിക്കുന്ന ഒരു സാധനമുണ്ട്, അതിനെയാണ് പ്രാണൻ എന്ന് പറയാം. പ്രാണൻ ഒരേ സമയം സ്ഥൂലവുമാണ് സൂക്ഷ്മവുമാണ്. നമുക്കറിയാം പ്രാണനുണ്ട്, പോയിട്ടില്ല, ഇപ്പോഴും ഉണ്ട്. പക്ഷേ അത് ഇതേപോലെ കാണാൻ പറ്റുന്നതല്ല. അപ്പോ 2ാമത്തെ തലമാണ് പ്രാണന്റെ തലം. ഈ പ്രാണനാണ് ഈ സ്ഥൂലത്തെ കൊണ്ടു നടക്കുന്നത്. ഇനി ഇതിനേക്കാൾ കുറച്ചുകൂടെ സൂക്ഷ്മമാണ് മനസ്സിന്റെ തലം. ഈ മനസ്സിന്റെ തലത്തേക്കാൾ സൂക്ഷ്മമാണ് ബുദ്ധിയുടെ തലം. ഈ ശരീരം, പ്രാണൻ, മനസ്സ്, ബുദ്ധി, ഇവയ്ക്കകത്ത് ഒരു ആനന്ദത്തിന്റെ തലമുണ്ട്. കാരണ ശരീരം എന്ന് പറഞ്ഞൊരു ശരീരം. ഇങ്ങനെ ഇതിനെയാണ് 5 കോശങ്ങൾ, നമുക്ക് എല്ലാവർക്കും ഉള്ളതായ 5 layers ഓഫ് പേഴ്സണാലിറ്റി. അല്ലെ, ഇന്നത്തെ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ അല്ലെ, ഫിസിക്കൽ പേഴ്സണാലിറ്റി, ഫിസിയോളജിക്കൽ പേഴ്സണാലിറ്റി, സൈക്കിക് പേഴ്സണാലിറ്റി, ഇന്റലക്ച്വൽ പേഴ്സണാലിറ്റി ആൻഡ് കോസൽ പേഴ്സണാലിറ്റി, ഓൾ സ്പിരിച്വൽ പേഴ്സണാലിറ്റി. അപ്പൊ ഇങ്ങനെ 5 പേഴ്സണാലിറ്റീസ്, 5 തലങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഭാരതീയ കേരളീയ ക്ഷേത്രങ്ങൾ ഈ 5 പേഴ്സണാലിറ്റീസ്, 5 തലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഈ 5 തലങ്ങളിൽ 1ാമത്തെ തലം അന്നമയ കോശമാണ്. അത് മതിൽക്കെട്ടിനകമാണ്. മതിൽക്കെട്ടിന്റെ അകത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ശ്രീ ഭഗവാന്റെ അന്നമയ കോശത്തിലേക്കാണ്, ഈ ശരീരത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അതുകൊണ്ടാണ് പറയാം, നമ്മൾ കഴിയുന്നതും നമ്മള് മുഖ്യമായിരിക്കുന്ന ദ്വാരത്തിലൂടെ പ്രവേശിക്കണം. എവിടേക്കാണോ ഭഗവാൻ തിരിഞ്ഞിരിക്കുന്നത് ആ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതാണ് ഉത്തമം എന്ന് പറയും. എന്തുകൊണ്ട്? അത് ഭഗവാന്റെ പാദമാണ്. ഭഗവാൻ ഏത് തലത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നുവോ അവിടെയുള്ള ഗോപുരം ഭഗവാന്റെ പാദമാണ്. ആ പാദത്തിലൂടെ ഭഗവാന്റെ ശരീരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം. അതാണ് അന്നമയ കോശം.
അതുകൊണ്ട് ആ അന്നമയ കോശത്തിൽ നമ്മളൊരു പരിക്രമണം ചെയ്ത് നമ്മൾ പ്രദക്ഷിണം ചെയ്തിട്ട് വേണം അടുത്ത കോശത്തിലേക്ക് പ്രവേശിക്കാൻ. സത്യത്തിൽ ഇതൊരു സമാധി അനുഭവമാണ്. നമ്മുടെ ധ്യാന പ്രക്രിയയില് പതുക്കെ ഈ ശരീരബുദ്ധിയിൽ നിന്ന് പ്രാണബുദ്ധിയിലേക്കും മനോബുദ്ധിയിലേക്കും ബുദ്ധിയിലേക്കും പിന്നെ നമ്മുടെ എല്ലാവരുടെയും കാരണത്തിലേക്കും കടക്കുന്നത് പോലെയുള്ള ഒരു ക്രമമാണ് സത്യത്തിലെ ക്ഷേത്ര ദർശനം, കേരളീയ ക്ഷേത്ര ദർശനത്തിൽ ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മള് ആ ബലിക്കൽപുര എന്ന് പറയുന്നതായ അവിടേക്ക് കടക്കുന്നു. അവിടെയാണ് സാധാരണ നമ്മളൊരു കടാദീപമൊക്കെ വെക്കുന്നത്. എന്തുകൊണ്ട്? അത് പ്രാണമയ കോശമാണ്. ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നതായ ഈശ്വരന്റെ പ്രാണമയ കോശമാണ് ആ വലിയ ബലിക്കലിലുള്ളതായ ആ കടാദീപം വെച്ചിരിക്കുന്നതായ ആ ബലിക്കൽപുര. അപ്പൊ സത്യത്തിൽ നമ്മൾ ആ ബലിക്കൽപുരയിലേക്ക് പ്രവേശിക്കുമ്പോൾ, അതുകൊണ്ടാണ് നമ്മള് ഷട്ടൂരണം എന്നൊക്കെയുള്ള ചില ആചാരങ്ങൾ. എന്താണ് ഈ ഷട്ടൂരേണ്ട ആവശ്യം? അതൊരു പ്രതീകാത്മകതയാണ്. അതായത് ഞാൻ ഈ ശരീരമാണ് എന്ന ബോധത്തെ അല്പസമയത്തേക്കൊന്ന് മാറ്റിവെച്ച് ഈ ഈശ്വരനുമായിട്ട് ഒന്നായി തീരാനുള്ള എൻ്റെ സന്നദ്ധത, അതാണ് ഒരു ചെറിയ ഒരു കർമ്മത്തിലൂടെ നമ്മളോട് പറയുന്നത്. നോക്കൂ, നമുക്ക് ഈശ്വരന്റെ പ്രാണനിലേക്ക് കടക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? നമ്മളുടെ ശരീരത്തോടുള്ള ആസക്തിയെ, താതാത്മികതയെ മാറ്റിവെച്ചാലേ ഈശ്വരന്റെ പ്രാണനിലേക്ക് പ്രവേശിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ആ ബലിക്കൽപുരയിൽ കയറണമെങ്കിൽ സട്ടൂര അതൊരു സിംബോളിക് മാത്രമാണ്. അങ്ങനെ നമ്മൾ അതിലേക്ക് പ്രവേശിച്ചു. അതിനുശേഷം അന്തരാളം എന്ന് പറയുന്നത്, ആ അന്തരാളത്തിലാണ്, അന്തരാളം ഭഗവാന്റെ മനോമയ കോശം. അതുകൊണ്ടാണ് ഈ അന്തരാളത്തിന് രണ്ട് വശങ്ങൾ. ഒരു വശത്തിൽ യാഗാദി കർമ്മങ്ങൾക്കും ഒരു വശത്ത് ആ മാല കെട്ടുക മുതലായൊക്കെ ഉപയോഗിക്കാൻ പറയണം. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളുടെ ആ ഈശ്വരന്റെ മനോമയ കോശങ്ങളാണ്. അവിടെ രണ്ടുവിധ കർമ്മങ്ങൾ, മനസ്സിൽ രണ്ടുവിധ കർമ്മങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന് ലൗകിക കർമ്മങ്ങളും ഒന്ന് വൈദിക കർമ്മങ്ങളും. അപ്പൊ ലൗകികവും വൈദികവുമായ കർമ്മങ്ങൾ നടക്കേണ്ടത് പുറത്തല്ല, മനസ്സിലാണ്. അതുകൊണ്ടാണ് ഈ അന്തരാളത്തോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളിൽ നമ്മള് അത് മാല കെട്ടുകയാണെങ്കിലോ അല്ലെങ്കിൽ തിളപ്പള്ളിയാണെങ്കിലോ അതൊക്കെ ആ ഒരു ഭാഗം മനോമയ കോശമാണ്. അതിനുശേഷം ഉള്ളിൽ നമ്മൾ പ്രദക്ഷിണം വെക്കുന്നത് അല്ലേ, ആ ബലിക്കല്ലുകളൊക്കെ ഉള്ളതായ ഭാഗം, അത് ഭഗവാന്റെ വിജ്ഞാനമയ കോശമാണ്. അതായത് അവിടുത്തെ ബുദ്ധിയുടെ തലമാണത്. അതുകൊണ്ടാണ് അവിടെ ഈ അഷ്ടദിക്പാലകന്മാരെയും സപ്തമാതൃക്കളെയും ഈ ദശദിക്പാലകന്മാരെയും സപ്തമാതൃക്കളെയും ഒക്കെ പ്രതിഷ്ഠിക്കാൻ കാരണം എന്താ? ആ ബുദ്ധി, ഭഗവാന്റെ ബുദ്ധി, ഭഗവാന്റെ ഈ ലോകത്തെ മുഴുവൻ ഭരിച്ച് സംഹരിച്ചു കൊണ്ടിരിക്കുന്നതായ ആ അവിടുത്തെ ബുദ്ധിയുടെ സ്ഥാനമാണ്, വിജ്ഞാനത്തിന്റെ സ്ഥാനമാണത്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ പ്രദക്ഷിണം വെക്കുന്നത്. ഭഗവാന്റെ വിജ്ഞാനത്തെ, ഭഗവാന്റെ വിശേഷമായിരിക്കുന്ന അറിവിനെ, അതിലാണ് നമ്മുടെ പ്രദക്ഷിണം, വിജ്ഞാനമയ കോശം. അതിനുശേഷമാണ് ഭഗവാന്റെ ആനന്ദമയ കോശം. ആ ആനന്ദമയ കോശമാണ് ഭഗവാന്റെ എന്താ പറയാ ശ്രീകോവിൽ. അപ്പോ നമ്മൾ ഇങ്ങനെ വരുമ്പോ 5 കോശങ്ങൾ കണ്ടു. നമുക്കൊക്കെ ഉള്ളതുപോലെ 5 ശരീരങ്ങൾ, 5 കോശങ്ങൾ, 5 പേഴ്സണാലിറ്റീസ്. അതങ്ങനെ കടന്ന് നമ്മള് ആ ശ്രീകോവിലെത്തി, ആനന്ദമയ കോശത്തിലെത്തി. ഇനി നമുക്കൊക്കെ അറിയുന്നത് പോലെ ഈ ആനന്ദമയ കോശത്തിൽ ഒരു വിഗ്രഹം ഇങ്ങനെ പ്രതിഷ്ഠിക്കുകയല്ല. കേരളീയമായ രീതിയിൽ ഈ വിഗ്രഹം എന്ന് പറയുന്നത് ഒരു പുറത്തുള്ള ഒരു ഭാഗം മാത്രമാണ്. ഇതിന് താഴെയായിട്ട് ഷഡാധാര പ്രതിഷ്ഠയുണ്ട്. ഈ സ്വയംഭൂ അല്ലാതെ കേരളീയ താന്ത്രിക വിധിപ്രകാരം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങൾ അത് ഷഡാധാര പ്രതിഷ്ഠയോട് കൂടിയതാണ്. എന്താണ് ഈ ഷഡാധാര പ്രതിഷ്ഠ? നമ്മിലെല്ലാവരിലുമുള്ള ഷഡ്ചക്രങ്ങൾ, മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം. ഇങ്ങനെ നമ്മിലെല്ലാവരിലും നമ്മുടെ ബോധം, നമ്മുടെ ആത്മീയമായിരിക്കുന്ന ശക്തികൾ പ്രകടമാകുന്ന 6 സൂക്ഷ്മ സ്ഥാനങ്ങളുണ്ട്. അതിനെയാണ് ഷഡാധാരം എന്ന് പറയാം. ഈ ഷഡാധാരം അതേപോലെ
ഇതിന്റെ ഈ നമ്മൾ കാണുന്നതായ ഭഗവാന്റെ വിഗ്രഹത്തിന് താഴെയായിട്ടുണ്ട്. ആദ്യമായിട്ടൊരു നപുംസകശിലയുണ്ട്, അതിലൊരു കുഴിയുണ്ട്, അതിൽ ധാന്യങ്ങൾ വെച്ചിട്ടുണ്ട്, അതിന്റെ മുകളിലായിട്ടൊരു മണി, ഒരു കുടം അല്ലെ, ഇരുമ്പ് അല്ല എന്താ പറയാ, ശില കൊണ്ടുണ്ടാക്കിയ ഒരു കുടമുണ്ട്, അതിൻ്റെ ഉള്ളിലെ രത്നങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, അതിന്റെ മുകളിൽ ഒരു പത്മമുണ്ട് അല്ലെ, ഒരു ആമയുണ്ട്, അതിന്റെ മുകളിൽ ഒരു പത്മമുണ്ട്, എന്നൊരു ശില, ഒരു ദ്വാരം, ഒരു ഉള്ളിലെ ഓട്ടയുള്ള ഒരു എന്താ ശില കൊണ്ടുള്ള ഒരു കല്ലുണ്ട്. അത് വന്നിട്ട് ഒരു കല്ലിൽ ചെത്തി. ഇത് സത്യത്തിൽ എന്താണ്? ഇതാണ് ഇത് നമ്മുടെ മണിപൂരകാദി ചക്രങ്ങളാണ്. ഈ ചക്രങ്ങൾ വന്ന് ചേരുന്നത് ഒരു ശിലയിലാണ്. അല്ലേ, 2 ശിലകളുണ്ട്. ഇതില് ഒരു നപുംസകൻ ശിലയിൽ ചേർന്ന് അതിന്റെ മുകളിലായിട്ടാണ് പീഠം. ഈ പീഠം ദേവതയ്ക്ക് അനുഗുണമായിരിക്കണം. അതായത് പുരുഷ ദേവതയാണെങ്കിൽ ആ പുരുഷ ദേവതയുടെ വിഗ്രഹം പുരുഷ ഗുണങ്ങളുള്ള ശില കൊണ്ടും പീഠം സ്ത്രീ ഗുണമുള്ള ശില കൊണ്ടും ഉണ്ടാക്കണം. അപ്പോ നമ്മൾ ഈ കാണുന്നതായ പീഠവും ദേവതയും സഹസ്രാരപത്മത്തിൽ വസിക്കുന്നതായ പരമേശ്വരനാണ്. നമ്മളെ പോയി തൊഴുന്നത് വെറുതെ എവിടെയോ പ്രതിഷ്ഠിച്ചിരിക്കുന്ന എന്തോ ഒരു ലിംഗത്തെയോ ഒന്നുമല്ല, സഹസ്രാരത്തിൽ ഭാസിക്കുന്നതായ സാക്ഷാൽ പരമേശ്വരനെയാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ വന്ദിക്കുന്നത്. ആ രൂപം അല്ലെ, അത് പല രൂപങ്ങളാകാം, പക്ഷെ ആ രൂപങ്ങളെല്ലാം കാണിച്ചു തരുന്ന പരമാത്മ തത്വമാണ് ആ ദേവതയായിട്ട് ഭാസിക്കുന്നത്. അപ്പോ ആ പരമാത്മ തത്വം അവിടെയുണ്ട്. എന്തിനാണ് ഇത് പറയാണ്? എന്താ ക്ഷേത്രം? ക്ഷേത്രത്തിന് പല അർത്ഥങ്ങളുണ്ട്. ഇവിടെ ഇതിൽ ഭഗവാൻ പറയും, ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. എന്താണ് ക്ഷേത്രം? ഈ ശരീരമാണ്. നമ്മൾ കണ്ട പോലെ അന്നമയ പ്രാണമയ മനോമയ വിജ്ഞാനമയ ആനന്ദമയ യുക്തമായ ശരീരമാണ് ക്ഷേത്രം. എന്തിനാ ക്ഷേത്രം? ക്ഷതാത് ത്രാണനം. എന്തിനാ ക്ഷേത്രങ്ങള്? ക്ഷതത്തിൽ നിന്ന് ത്രാണനം ചെയ്യാനാണ്. ഓരോ വ്യക്തിയെയും സമൂഹത്തെയും നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് ക്ഷേത്രം. ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും ബൗദ്ധികവും ആധ്യാത്മികവുമായിരിക്കുന്ന നാശത്തിൽ നിന്ന് രക്ഷിച്ച് അവന്റെ പരിപൂർണമായ വളർച്ചയ്ക്ക് സഹായിക്കാൻ വേണ്ടി നമ്മുടെ ഋഷീശ്വരന്മാർ വിഭാവനം ചെയ്ത് അത്യുത്തമമായിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ക്ഷേത്രം. അതുകൊണ്ടാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ വെറുമൊരു ആരാധനാലയങ്ങൾ മാത്രമല്ല, ഇത് വിദ്യാസ്ഥാനങ്ങളാണ്. പണ്ട് ക്ഷേത്രങ്ങളിലാണ് പഠനങ്ങൾ നടന്നിരുന്നത്. ഇപ്പോഴും അല്ലെ, വേദപാഠമാകട്ടെ, ഇതെല്ലാം എവിടെയാണ് പഠിക്കേണ്ടത്? ക്ഷേത്രത്തിൽ പഠിക്കണം. പണ്ട് കാലത്ത് ക്ഷേത്രങ്ങൾ വെറും ഈശ്വരാരാധനാലയങ്ങൾ മാത്രമല്ല, അത് വിദ്യാലയങ്ങളായിരുന്നു. അവിടെയാണ് എല്ലാ വിദ്യകളും, അത് ലൗകിക വിദ്യകളാകട്ടെ ആധ്യാത്മിക വിദ്യകളാകട്ടെ, ഇതൊക്കെ പഠിക്കാനുള്ള സ്ഥലം ആയിരുന്നു ക്ഷേത്രം. ആകണം ക്ഷേത്രം. പിന്നെ വെറും പഠിക്കല് മാത്രമല്ല, നമുക്കെല്ലാം അറിയുന്നത് പോലെ കേരളത്തിലെ ഭൂമി ഒന്നെങ്കിൽ ദേവസ്വമോ അല്ലെങ്കിൽ ബ്രഹ്മസ്വമോ ആയിരുന്നു എന്നാണ്. ശക്തന്തമ്പുരാന്റെ കേരളത്താണ് ഈ കണ്ടെഴുത്ത് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഭൂമി രാജവംശത്തിന് വന്നത്, അല്ലാതെ ഗവൺമെന്റിന് വന്നത്. അല്ലെങ്കിൽ എല്ലാം, പ്രത്യേകിച്ച് കേരളം, ഭൂമി ബ്രഹ്മസ്വമോ ദേവസ്വമോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രങ്ങളെല്ലാം ഭരണത്തിന്റെ കേന്ദ്രങ്ങളായിരുന്നു. ഒരു ഗ്രാമം. അതുകൊണ്ടാണ് നമുക്ക് ഓരോ ഗ്രാമത്തിലും ഒരു ഗ്രാമക്ഷേത്രമുണ്ട്, ഓരോ ദേശത്തിനും ദേശത്തിന്റെ ക്ഷേത്രമുണ്ട്. എന്തുകൊണ്ട്? അവിടെ ഇരുന്നിട്ടായിരുന്നു ആ ഗ്രാമത്തിന്റെ ആ ദേശത്തിന്റെ ഭരണം
നമ്മളെല്ലാവരും കൂടി നിർമ്മിച്ചു. ഇതൊരു പ്രത്യേകമായിട്ടൊരു അറിവ് നമ്മളെപ്പോഴും ഓർക്കേണ്ടതാണ്. കേരളത്തിലെ ചക്രവർത്തിമാരും പിന്നെ ആൾവാർമാരും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും കേരളം ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റം നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. അതായത് ഈ ക്ഷേത്രങ്ങളെ ആധാരമാക്കിക്കൊണ്ട് ഓരോ ദേശത്തിനും അതിൻ്റെതായ സമിതി, ഊരാൺമയും കാരായ്മയും, ഈ ഊരാൺമയും കാരായ്മയും ഒന്നും ക്ഷേത്രത്തെ സംബന്ധിച്ച് മാത്രമായിരുന്നില്ല, ആ ദേശത്തെ സംബന്ധിച്ചുകൂടി. അപ്പോ ക്ഷേത്രങ്ങൾ ഒരു വിദ്യാലയങ്ങളായിരുന്നു, ആരാധനാലയങ്ങളാണ്, വിദ്യാലയങ്ങളാണ്, ആ തത്തദേശങ്ങളുടെ അധികാര കേന്ദ്രങ്ങളും ആയിരുന്നു. അതുകൊണ്ട് ആണ് അതിന്റെ പേര് ക്ഷതാത് ത്രാണനം. ക്ഷതത്തിൽ നിന്ന് ഒരു സമൂഹത്തെ അതിന്റെ ആദിദൈവികവും ആദിഭൗതികവും ആധ്യാത്മികവുമായ നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ക്ഷേത്രങ്ങളുടെ പ്രസക്തി, അതിൻ്റെ പ്രാധാന്യം. അപ്പോ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ക്ഷേത്രങ്ങളെ എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഒക്കെ കൊടുക്കാൻ പറ്റുന്നത്? നോക്കൂ, നമ്മുടെ സമൂഹം, പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിലെ ഹിന്ദു സമൂഹം, സനാതന ധർമ്മികള്, നമ്മൾ പതുക്കെ ന്യൂനപക്ഷമായിക്കൊണ്ടിരിക്കുന്ന സമയമാണ് കേരളത്തിലെ. പല വിധത്തിലുള്ളതായ ഞാൻ പാർട്ടി അല്ലെങ്കിൽ ഞാനൊരു രാഷ്ട്രീയമായിട്ടല്ല സംസാരിക്കുന്നത്, പക്ഷെ നമ്മൾ വലിയതായ വെല്ലുവിളികളെ, ഒരുപക്ഷെ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ വെല്ലുവിളികളെ ലോകത്തിന്റെ എല്ലായിടത്തും, പ്രത്യേകിച്ച് ഭാരതത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് നമുക്ക് നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക? ക്ഷേത്രങ്ങൾ ഉണർന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ സമൂഹത്തെ യഥാർത്ഥമായ ധർമ്മത്തിന്റെ നന്മയുടെ വഴിയിലൂടെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. വേറെ നമുക്ക് നോക്കൂ, ആശ്രമങ്ങൾ അല്ലേ, ഒന്നാമതായിട്ട് കേരളീയമായ രീതിയിൽ ഈ ആശ്രമങ്ങൾക്കും സന്യാസിമാർക്കൊന്നും വലിയ ഒരു റോളൊന്നും ഉണ്ടായിരുന്നില്ല. സന്യാസിമാരെ സന്യസിച്ച് അവരുടേതായ ആധ്യാത്മ ജീവിതം നയിക്കാന്നല്ലാതെ സന്യാസിമാർക്ക് ഈ ലൗകികമായ കാര്യങ്ങൾ നടത്തുന്നതിലുള്ള വലിയൊരു സ്ഥാനമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളുടെ കേരളത്തിലെ, നമ്മുടെ രാജ്യത്ത് ഇത് ചെയ്തിരുന്നത് ക്ഷേത്രങ്ങളായിരുന്നു. ആ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടവരായ ആളുകളുമാണ്. അപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എങ്ങനെയാണ് നമുക്ക് നമ്മുടെ സമൂഹത്തെ സുദൃഢമാക്കാൻ പറ്റുക? ക്ഷേത്രങ്ങൾ സുദൃഢമാകണം. എന്താ ക്ഷേത്രങ്ങൾ സുദൃഢമാകുക? വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി എന്നതുകൊണ്ട് മാത്രമായോ? ഇല്ല. ക്ഷേത്രത്തിന്റെ ചൈതന്യം വർദ്ധിക്കണം. ക്ഷേത്ര ചൈതന്യം വർദ്ധിക്കാൻ എന്താ വഴി? ക്ഷേത്ര ചൈതന്യ വൃദ്ധിക്ക് 4 വഴികളാണ് ശാസ്ത്രം പറയുന്നത്. ഒന്ന് മന്ത്രശുദ്ധി, തന്ത്രശുദ്ധി, യന്ത്രശുദ്ധി, ഭാവശുദ്ധി. നമുക്ക് നമ്മുടെ ക്ഷേത്രം എങ്ങനെയാ ഒരു പവർ ഹൗസ് ആക്കണം. നമുക്ക് അവിടെ വരുന്ന എല്ലാവർക്കും അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ക്ഷേത്രത്തിൽ വരുമ്പോ വലിയതായ ശക്തി ഉണ്ടാകണം. എങ്ങനെ സാധിക്കും? പറയണു, 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നെന്താണ്? ഒന്ന് മന്ത്രശുദ്ധി. ക്ഷേത്രത്തില് മന്ത്രധ്വനികളാൽ മുഖരിതമാക്കണം ക്ഷേത്രം. അത് പൂജാരി മാത്രല്ല, അല്ലെ, നമ്മള് ക്ഷേത്രത്തിൽ ഒരു പൂജാരിയെ നിയമിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ പൂജാരിക്ക്, ആ പുരോഹിതന് ഈ ക്ഷേത്രത്തിലെ കാര്യങ്ങൾ നടത്തുവാനുള്ള മന്ത്രാദികൾ അറിയുമോ എന്ന് അന്വേഷിച്ചിട്ട് വേണം നിയമിക്കാൻ. കേരളത്തില് വളരെ ബെറ്ററാണ് മറ്റു സ്ഥലങ്ങളെ നോക്കുമ്പോഴേ. പക്ഷെ പലപ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാൽ ഈ പുരോഹിതൻ. ഒരു ക്ഷേത്രത്തിന്റെ ഏറ്റവും ചൈതന്യവർദ്ധനവിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരാള് പുരോഹിതനാണ്. എന്തുകൊണ്ട്? പുരോഹിതനാണ് 2 കാര്യങ്ങൾ ചെയ്യുന്നത്, തന്ത്രവും മന്ത്രവും. അദ്ദേഹമാണ് ഭഗവാന് വേണ്ടതായ ഉപചാരങ്ങളെ ചെയ്യുന്നത്. അവിടുന്നാണ്, അദ്ദേഹമാണ് പ്രധാനമായിട്ടും അത് ആ ചൈതന്യവൃദ്ധിക്ക് ആവശ്യമായ മന്ത്രങ്ങളെ ജപിക്കേണ്ടത്. ഈ മന്ത്രങ്ങൾ ശരിയായ വണ്ണം ജപിക്കുന്നുണ്ടോ?
ഇത് ജപിക്കാൻ നമ്മുടെ പുരോഹിതൻ അറിയുമോ? ഇതൊരു കാര്യമാണ്. നമ്മുടെ സമൂഹത്തില് ഒരു ക്രിസ്തീയ പുരോഹിതൻ കയറി വരുന്നു, ഒരു ഇസ്ലാം പുരോഹിതൻ കയറി വരുന്നു, നമ്മുടെ ഒരു പുരോഹിതൻ കയറി വരുന്നു. ആളുകളുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഭാവങ്ങൾ എങ്ങനെയാണ് എന്ന് നമുക്കൊക്കെ അറിയാം. എന്തുകൊണ്ടാണ് നമ്മുടെ പുരോഹിതന് മറ്റുള്ളവർക്ക് ഉള്ളതായ ആ ഒരു ആദരവൊക്കെ പലപ്പോഴും കിട്ടാതെ പോകുന്നത് എന്തുകൊണ്ടാ എന്നത് നമ്മളൊക്കെ ചിന്തിക്കേണ്ടതാണ്. പുരോഹിതനാണ് പുരായേവ ഹിതം യസ്മാത് സഹ പുരോഹിത. ഒരു സമൂഹത്തിന്റെ ഹിതം എപ്പോഴും കൊടുക്കുന്ന ആളാണ് പുരോഹിതൻ. അതുകൊണ്ട് നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഉത്തമന്മാരായ പുരോഹിതന്മാരെ ഉണ്ടാക്കണം. നമുക്ക് തന്ത്രവിദ്യാപീഠമുണ്ട്. ഈ തന്ത്രവിദ്യാപീഠം പോലെയുള്ള അനേകം ശാലകൾ നമുക്കുണ്ടാകണം. ഉത്തമന്മാരായ പുരോഹിതന്മാരുണ്ടാകണം. വളരെ പ്രധാനം. നമ്മള് ഉത്സവം നടത്തുന്നുണ്ട് അല്ലേ? ഉത്സവം നടത്തുമ്പോൾ നമ്മുടെ മുഴുവൻ ശ്രദ്ധയും പലപ്പോഴും എന്താണ്? വെടിക്കെട്ടിലും ആനയിലും അമ്പാരിയിലൊക്കെ. അത് വേണ്ട, അതൊക്കെ വേണം. ഈ അമ്പലത്തിൽ അകത്ത് ചെയ്യേണ്ടതായ കർമ്മങ്ങൾ എത്ര നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്? ഏറ്റവും പ്രധാനം അതാണ് അല്ലേ? ഓരോ നിത്യ നൈമിത്തിക പ്രായശ്ചിത്ത കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. നിത്യമായ പൂജ, നൈമിത്തികമായിട്ട് ഇപ്പൊ വാവു വന്നു, അല്ലെങ്കിൽ ഗ്രഹണം വന്നു, അല്ലെങ്കിൽ ഉത്സവങ്ങൾ വരുമ്പോ അങ്ങനെയുള്ളതായ പൂജകള്, വാർഷികങ്ങളായ പൂജകള്, ഇതൊക്കെ കൃത്യമായി നടക്കണം. എല്ലാ ക്ഷേത്രങ്ങളിലും വൈദിക മന്ത്രങ്ങൾ, വേദമന്ത്രധ്വനി ഉണ്ടാകണം. ഇവ പറയാനേ പേടിയാണ് അല്ലെ? ലക്ഷാർച്ചന എന്നൊക്കെ പറഞ്ഞല്ലേ? നോക്കൂ, എല്ലാം ഒരു പൈസയുടെ തലത്തിലേക്ക് മാറിക്കഴിഞ്ഞു. എന്തു പറഞ്ഞാലും ലക്ഷക്കണക്കിന് രൂപ വേണം. ഇത് എവിടുന്ന് കിട്ടാനാ? അപ്പോ നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ക്ഷേത്രങ്ങളെ വീണ്ടും മന്ത്രങ്ങളാൽ മുഖരിതമാക്കാൻ സാധിക്കുക എന്ന് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. നോക്കൂ, ശരിയാണ് അല്ലെ? ഇപ്പൊ വൈദിക മന്ത്രങ്ങളൊക്കെ അത് പഠിച്ചവർക്കേ പറ്റൂ. അല്ലാതെ എത്രയോ മന്ത്രങ്ങളുണ്ട് നമുക്ക്. സഹസ്രനാമാദികളുണ്ട്. എന്ത് ചെയ്യണം? നമ്മുടെ ക്ഷേത്രങ്ങൾ നോക്കൂ, മറ്റ് മതസ്ഥരുടെ ക്ഷേത്രങ്ങൾ നോക്കൂ, അവിടെ നിത്യമായിട്ടുള്ള അല്ലെ മന്ത്രജപങ്ങളുണ്ട്, അവിടെ പ്രാർത്ഥനകളുണ്ട്, ഒക്കെ നടക്കുന്നത്. നമ്മുടെ ക്ഷേത്രത്തിലോ ആൾക്കാർ വന്നിട്ട് എന്തൊക്കെയോ ചെയ്തു പോകുന്നു എന്നല്ലാതെ നമുക്ക് നമ്മുടെ ക്ഷേത്രം ഒരു വിദ്യാലയമാക്കണം. നമ്മുടെ ആ ചുറ്റുവട്ടത്തുള്ള എല്ലാവർക്കും അല്ലെ, ജാതി ഭേദമന്യേ എല്ലാവർക്കും ഈ സ്തോത്രങ്ങളും സ്തുതികളും സഹസ്രനാമങ്ങളും ഒക്കെ പഠിച്ച് അത് ചെല്ലാനുള്ള ഒരു സ്ഥലമാക്കണം. ആൾക്കാരിപ്പോ അമ്പലത്തിൽ വരവ് കുറവാ. എന്താ? പല വിധത്തിൽ ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. ഒന്ന്. രണ്ട്, ഇപ്പൊ അമ്പലത്തിൽ വന്നിട്ട് എന്താണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ഇപ്പൊ അമ്പലത്തിൽ പോയാൽ എന്താ പോയിട്ട് എന്താ കാര്യം അല്ലെ? അമ്പലത്തിൽ പോയാൽ എന്താ കിട്ടുക? നോക്കൂ, എന്താ കിട്ടുക അല്ലെ? ഈ പ്രയോജനം അനുദ്ദിശ്യ മന്ദോപി പ്രവർത്തത. വിഡ്ഢിയായിട്ടുള്ള ഒരാൾ പോലും പ്രയോജനമില്ലെങ്കിൽ ചെയ്യില്ല. അപ്പോ ക്ഷേത്രത്തിലെ ഒരാൾ വരണമെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് അയാൾക്ക് എന്തെങ്കിലും കിട്ടണം. എന്താ നമ്മൾ കൊടുക്കേണ്ടത്? കുറച്ച് പ്രസാദം കൊടുത്തോണ്ട് മരിയില്ല. അന്നത്തെ കാലത്തില്ലേ, പണ്ട് കാലത്തൊക്കെ പ്രസാദത്തിന് ആൾക്കാർ വരും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ദാരിദ്ര്യം ഉണ്ടായിരുന്നു. ഒരു പടച്ചോറ് കിട്ടിയാൽ അത്രയായി. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എന്താ വേണ്ടത്? ശാന്തി വേണം, അറിവ് വേണം. നമ്മുടെ ക്ഷേത്രങ്ങള് നമുക്ക് വീണ്ടും നമ്മുടെ ക്ഷേത്രങ്ങൾ തുടങ്ങാം. നമുക്കിനി നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ ഒരു ട്യൂട്ടോറിയൽ തുടങ്ങാം. അതല്ല, അത് തുടങ്ങാൻ എത്രയോ പേരുണ്ട്. നമുക്ക് മാത്രം കൊടുക്കാവുന്നതായ പഠനങ്ങൾ നമ്മുടെ ക്ഷേത്രങ്ങളിലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ അമ്മമാർക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക് അറിവ് പകർന്നു കൊടുക്കണം. നോക്കൂ, ഇത് ഞാൻ പറയുമ്പോൾ ഒരിക്കലും അത് ഇപ്പം എന്ത് പറ്റിയെന്നറിയാം. ഇപ്പം ഒരു പ്രത്യേക ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു നമ്മള്. എല്ലാം അല്ലെ രാഷ്ട്രീയം കലർത്തി കാണുന്നത്. ഞാൻ രാഷ്ട്രീയമേ അല്ല പറയുന്നത്. നമ്മുടെ ക്ഷേത്രങ്ങള് ആരാണ്? നമ്മൾ ഹിന്ദുക്കളാണെന്ന് പറയുന്നു. ആരാണ് ഹിന്ദു? എന്താ നമ്മുടെ ഈശ്വര സങ്കല്പം അല്ലെ? ആരാണ് ഈ ആരാധിക്കുന്ന ഈശ്വരൻ? ഇദ്ദേഹത്തിന്റെ അവദാനങ്ങൾ എന്താണ്? എങ്ങനെയാണ് ഈ ഈശ്വരനെ ആരാധിക്കേണ്ടത്? എന്തെങ്കിലും അറിയോ നമ്മുടെ കുട്ടികൾക്ക്? ഇപ്പോ
സത്യത്തില് പുരാണ കഥകളൊക്കെ അതുപോലും അറിയാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിയാണ്. ഇതിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ ക്ഷേത്രങ്ങൾക്ക് മാത്രമേ പറ്റൂ. നമ്മുടെ ക്ഷേത്രങ്ങൾ വെറും ആചാരങ്ങളെ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു സ്ഥലം എന്നതിൽ നിന്ന് കൂടുതലായിട്ട് അടുത്ത തലമുറയിലേക്ക് നമ്മുടെ ഈ സനാതനമായ ധർമ്മത്തെ, അതിൻ്റെ സത്യത്തെ, തത്വത്തെ എത്തിച്ചേർക്കുന്നതായ ഒരു സ്ഥലമായി തീരണം. അപ്പോ മന്ത്രശുദ്ധി ഉണ്ടാകും. അടുത്തത് തന്ത്രശുദ്ധിയാണ്, ക്രിയകൾ. ഭഗവാന്റെ നിത്യമായിരിക്കുന്ന പൂജകൾ, പിന്നെ നൈമിത്തികമായിട്ട് ഓരോരോ നിമിത്തങ്ങളെ കൊണ്ടുണ്ടാകുന്നതായ പൂജകൾ, വാർഷികങ്ങളായ പൂജകൾ, ഇതൊക്കെ കൃത്യമായി നടക്കണം. കോടി രൂപ വാങ്ങിച്ച് ഉത്സവം നടത്തിക്കൊണ്ട് മാത്രമായില്ല, അല്ലേ? എന്ത് ചെയ്യണം? നമ്മുടെ ക്ഷേത്രത്തിന് വൃദ്ധി ഉണ്ടാകണമെങ്കിൽ കൃത്യമായ പൂജകൾ, അത് കൃത്യമായ രീതിയിൽ എപ്രകാരം നമ്മുടെ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ അതുപോലെ തന്ത്രശുദ്ധി ഉണ്ടാകണം. അടുത്തത് യന്ത്രശുദ്ധിയാണ്. യന്ത്രം എന്ന് വെച്ചാൽ ഉപകരണം എന്ന് വെച്ചാലോ ക്ഷേത്രം, ആ സ്ട്രക്ചർ. ക്ഷേത്രത്തിന് നമ്മുടെ ശരീരം ഒരു പ്രൊപ്പോർഷനേറ്റ് ആണ്. ഈ പ്രൊപ്പോർഷൻ തെറ്റിക്കഴിഞ്ഞാൽ ഇത് വിരൂപമായി തീരും. അതുമാതിരി ക്ഷേത്രങ്ങളുടെ ഒരു കണക്കുണ്ട്. ഈ കണക്കിന് ഒത്തുവേണം ക്ഷേത്രങ്ങളെ നിർമ്മിക്കുവാനും പരിരക്ഷിക്കുവാനും. പലപ്പോഴും ക്ഷേത്രങ്ങളെ ബ്യൂട്ടിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ അതും ഇതുമൊക്കെ അതിനോട് കൂട്ടിച്ചേർക്കുമ്പോൾ പലപ്പോഴും ഈ യന്ത്രം എന്ന് പറഞ്ഞാൽ ആ ഉപകരണം, ക്ഷേത്രം എന്ന ഉപകരണത്തിന്റെ ശക്തിക്ക് ദോഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ സൗകര്യത്തിനും ഭംഗിയാക്കാനും വേണ്ടി പലതും ചെയ്യുമ്പോൾ അത് കൃത്യമാണോ, യഥാർത്ഥമാണോ, ശരിയാണോ എന്ന് അറിവുള്ളവരെ കൊണ്ട് പരിശോധിപ്പിച്ചിട്ടേ ചെയ്യാവൂ. പിന്നെ വേറൊരു കാര്യം എന്താ, നമ്മുടെ ക്ഷേത്രങ്ങൾ ഏറ്റവും പരിശുദ്ധങ്ങളാകണം, വൃത്തിയുള്ളവയാകണം. പല ക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ വിഷമം തോന്നും. കാലൊക്കെ വരുമ്പോഴേക്കും കാലൊക്കെ ഇങ്ങനെ കറക്കും, അല്ലേ? എന്തുകൊണ്ട്? അതൊന്നും ശ്രദ്ധയില്ല. എവിടെയാണെങ്കിൽ എണ്ണ അവിടെ ഒഴിച്ചു, ആകപ്പാട പിളിയായി അതും ഇതും ഒക്കെ കൂടി ചേർന്ന് എന്നാലോചിച്ചു. നമ്മുടെ വീട് നമ്മളങ്ങനെ നോക്കുമോ? പക്ഷേ ആ ക്ഷേത്രത്തിൽ പോയാൽ കാണാം എലി ഓടിപ്പോണു, പാറ്റകൾ ഓടിപ്പോകുന്നു. ശുദ്ധമാകണം ക്ഷേത്രം, വൃത്തിയുണ്ടാകണം ക്ഷേത്രത്തിന്. വലിയ കെട്ടുകൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. എന്താണോ ഉള്ളത്, യന്ത്രം ശുദ്ധമാകണം. യന്ത്രത്തിന് അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലീൻലിനെസ് ഈസ് നെക്സ്റ്റ് ടു ഗോഡ്ലിനെസ്, അല്ലെ? ഈശ്വരനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് ശുചിത്വം. നമ്മുടെ ക്ഷേത്രങ്ങളുടെ ശൗചം വെറുതെ നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ ഒന്ന് പോയി നോക്കുക, എങ്ങനെയുണ്ട് ഇതിന്റെ വൃത്തിയും വെടുപ്പൊക്കെ. വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തതാണ് ഭാവശുദ്ധി. ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നമുക്ക് സമയം കുറച്ച് കുറവായതുകൊണ്ട് അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഭാവശുദ്ധി. മന്ത്രശുദ്ധി, തന്ത്രശുദ്ധി, യന്ത്രശുദ്ധി, ഭാവശുദ്ധി. ഭാവശുദ്ധി ചെന്നർത്ഥം ആ ക്ഷേത്രത്തിൽ ചെയ്യുന്നതായ കാര്യങ്ങളുടെ പിന്നിലുള്ള ഭാവം എന്താണ്? ക്ഷേത്രത്തിൽ അർച്ചിക്കുന്നതായ അർച്ചകന്റെ, പുരോഹിതന്റെ ഭാവം എന്താണ്? ക്ഷേത്രത്തിൽ വന്ന് ആരാധന നടത്തുന്നതായ ഭക്തന്മാരുടെ ഭാവം എന്താണ്? ക്ഷേത്രത്തെ ഭരിക്കുന്നതായ ഭരണസമിതിയുടെ ഭാവം എന്താണ്? എന്തിനു വേണ്ടിയാണ് ക്ഷേത്രം ഉപയോഗിക്കുന്നത്? തൻ്റെ പേരും പ്രശസ്തിയും കാട്ടാനാണോ? അതോ ഈശ്വരീയമായിരിക്കുന്ന ചൈതന്യത്തെ വർദ്ധിപ്പിക്കുവാനാണോ? ആത്മാവിന് ഓരോ ജീവനെയും അവന് ശാന്തിയും സമാധാനവും കൊടുക്കാനാണോ നമ്മൾ ഉപയോഗിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭാവശുദ്ധി, അല്ലേ? ഭഗവാൻ ഗീതയിൽ പറയും, പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത്യാ പ്രയച്ഛതി.
തദഹം ഭക്ത്യുപഹൃതമശ്നാമി പ്രയതാത്മന. നിങ്ങൾ എനിക്ക് എന്ത് തന്നു എന്നല്ല കാര്യം, എങ്ങനെ തന്നു, എന്ത് ഭാവത്തിലാണ് നിങ്ങൾ എനിക്ക് അല്ലെ പൂജകളെ ആരാധനകളെ സമർപ്പിക്കുന്നത്. അതിനാണ് നോക്കൂ, ഈ ലോകത്തിൽ നമുക്ക് ഭഗവാന് കൊടുക്കാനൊന്നുമില്ല, എല്ലാം ഭഗവാന്റേതാണ് അല്ലേ. നമ്മൾ കുട്ടിയായിരുന്ന സമയത്ത് അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് അല്ലേ ഒരു പേനയൊക്കെ വാങ്ങിച്ചിട്ട് അച്ഛന്റെ പിറന്നാളിന് അച്ഛന് സമ്മാനമായിട്ട് കൊടുക്കുക. അച്ഛനറിയാം ഈ പേന വാങ്ങിക്കാനുള്ള പൈസ അവൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്താണെന്ന് അച്ഛനറിയാം. പക്ഷേ എന്ത് ചെയ്യണു, ആ പേന കൊടുക്കുമ്പോൾ അച്ഛന് വലിയ സന്തോഷമാവും. എന്തുകൊണ്ടാ സന്തോഷം ഉണ്ടാവുന്നത്? ആ കുഞ്ഞിന്റെ ഭാവത്തിലാണ്, അല്ലാതെ പേനയിലല്ല. അതുമാതിരി ഈ ലോകത്തിന്റെ അല്ലെ സമസ്ത പ്രപഞ്ചത്തിന്റെയും അധിപതിയായിരിക്കുന്ന ഭഗവാന് നമ്മള് നൈവേദ്യം കൊടുക്കുമ്പോഴും പുഷ്പങ്ങളെ കൊണ്ട് അർച്ചിക്കുമ്പോഴും ചന്ദനം ചാട്ടുമ്പോഴും ഒക്കെ ഭഗവാന് സന്തോഷാവും. എപ്പോൾ? അത് നമ്മള് പ്രേമത്തോടെ, ഭാവത്തോടെ, ഭക്തിയോടെ, ബഹുമാനത്തോടെ ചെയ്യുമ്പോൾ, അല്ലാതെ എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ച് ചെയ്താൽ അത് ക്ഷേത്ര ചൈതന്യത്തെ കുറയ്ക്കുക തന്നെ ചെയ്യും. ഏറ്റവും പ്രധാനം, വേറെ ഒന്നുമില്ലെങ്കിലും ഏറ്റവും പ്രധാനം നമ്മുടെ മനസ്സിലെ ഭാവമാണ്, ഭഗവാനോടുള്ള ഭക്തിയാണ്. ഈ ഭക്തിയെ വർദ്ധിപ്പിക്കുവാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഇത് ക്ഷേത്രങ്ങളുടെ വൃദ്ധിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇങ്ങനെ ഇന്നത്തെ ഈ കാലഘട്ടത്തില് നമുക്ക് ഈ തന്ത്ര മന്ത്ര യന്ത്ര ഭാവങ്ങളെ വർദ്ധിപ്പിച്ച് നമ്മുടെ ക്ഷേത്രങ്ങളെ ഒരു വലിയ ആത്മീയ ഊർജ സ്രോതസ്സുകളാക്കി നമ്മുടെ സമൂഹത്തിന്റെ ആദിദൈവികവും ആദിഭൗതികവും ആധ്യാത്മികവുമായ അല്ലേ. നോക്കൂ, മറ്റുള്ളവർക്കൊക്കെ എന്തുകൊണ്ടാണ് ഹിന്ദു സമൂഹത്തിൽ ഇത്രയധികം ആത്മഹത്യകൾ വർദ്ധിച്ചു വരുന്നത്? എന്തുകൊണ്ടെന്നാൽ അവർക്ക് പോവാനൊരു സ്ഥലമില്ല. എനിക്ക് ഒരു വിഷമം ഉണ്ടായി, സാമ്പത്തികമായൊരു വിഷമം ഉണ്ടായി, അല്ലെങ്കിൽ എനിക്ക് മാനസികമായൊരു വിഷമം ഉണ്ടായി, എവിടെ പോവും ഞാൻ മറ്റു മതത്തിൽപ്പെട്ടവരാണെങ്കിൽ അവിടെ അവർക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് പോവാൻ. അവിടെ നിന്ന് എന്ത് കിട്ടുന്നു എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ അവർക്ക് സംബഡി ടു ഗോ. നമുക്കോ നമ്മുടെ ക്ഷേത്രങ്ങൾ ഈ ഒരു തലത്തിലേക്ക് ഉയരണം. നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളിലും അല്ലേ ഉത്സവങ്ങളൊക്കെ വേണം. എന്താ ഉത്സവം? ഒരു വർഷത്തിൽ നമ്മൾ ചെയ്തതായിരിക്കുന്ന പൂജകൾ അതിൻ്റെ ശക്തി ഉയർത്തി എല്ലായിടത്തും വിതരണം ചെയ്യുകയാണ് ഉത്സവം. അത് ഗംഭീരമായിട്ട് തന്നെ വേണം. പക്ഷെ എന്ത് ചെയ്യരുത്? പൈസ അനാവശ്യമായി പൊടിച്ചുകൊണ്ടാവരുത്. എന്തുകൊണ്ട്? നോക്കൂ, നമ്മള് കോടിക്കണക്കിന് രൂപ ഇതിനൊക്കെ ചെലവഴിക്കണം. എന്നിട്ട് നമ്മുടെ അടുത്ത് ഒരാൾ വന്നിട്ട് എനിക്ക് 10,000 രൂപ കെട്ടിവെച്ചില്ലെങ്കിൽ എൻ്റെ വീട് പോകും എന്ന് പറഞ്ഞാൽ എടുത്തു കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. നമ്മുടെ ക്ഷേത്രങ്ങൾ പതുക്കെ നമ്മുടെ സമൂഹത്തിനൊരു ആധാരമാകണം, ഒരു അത്താണിയാകണം. അവർക്ക് നമ്മുടെ സമൂഹത്തിൽ തൊട്ടുള്ള സമൂഹത്തിലുള്ള ഓരോരുത്തർക്കും ഒരു വിഷമം വന്നാൽ ഒരു കൈത്താങ്ങ് നൽകാൻ നമ്മുടെ ക്ഷേത്രങ്ങൾക്കാകണം. അതിന് സാമ്പത്തികമായിരിക്കുന്ന ഒരു സുസ്ഥിരത നമുക്കുണ്ടാകണം. അല്ലാതെ കിട്ടുന്നത് മുഴുവൻ പൊടിച്ച് അല്ലെങ്കിൽ കിട്ടുന്നത് മുഴുവൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തീർത്താൽ മാത്രം പോരാ. മറിച്ച് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിനൊരു താങ്ങാകാൻ പറ്റുക അല്ലെ? ക്ഷേത്രം ഇപ്പൊ എങ്ങനെയാ? എപ്പോഴും സമൂഹത്തെ ആശ്രയിച്ചുകൊണ്ടിരിക്കുക. ഓരോ വർഷത്തിലും നമ്മൾ എന്ത് ചെയ്യണു? നമ്മള് സമൂഹത്തിൽ നിന്ന് പൈസ പിരിച്ചുകൊണ്ടേയിരിക്കണം. പക്ഷേ തിരിച്ചു കൊടുക്കാനും നമുക്ക് സാധിക്കണം. നമുക്ക് സ്ഥലങ്ങളുണ്ട്, ഭൂമിയുണ്ട്, ഒക്കെ ഉണ്ടായിരുന്നു, ഒക്കെ കെടുകാര്യസ്ഥ കൊണ്ട് പോയി. പക്ഷെ കുറച്ചെങ്കിലും ഉണ്ട്. എങ്ങനെയാണ് നമുക്ക് ആ ഭൂമിയെ രക്ഷിക്കാൻ പറ്റുക? എങ്ങനെയാണ് നമുക്ക് ഈശ്വര ചൈതന്യാഭിവൃദ്ധികളായിരിക്കുന്ന ക്രിയകളെ പൈസ അനാവശ്യമായി പൊടിക്കാതെ ചെയ്യാൻ പറ്റുക? എങ്ങനെയാണ് നമുക്ക് നമ്മുടെ സമൂഹത്തിന് അറിവും വെളിച്ചവും ശാന്തിയും ഒക്കെ കൊടുക്കുന്ന ഒരു സ്ഥാപനമായി ഉയരാൻ പറ്റുക? ഇത് മാത്രമാണ് നമ്മുടെ ക്ഷേത്രങ്ങളുടെ അഭിവൃദ്ധിക്ക്,
ക്ഷേത്രങ്ങളുടെ അഭിവൃദ്ധി എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിചാരിക്കരുത് വലിയ വലിയ ആനക്കൊട്ടിലുകൾ കെട്ടുന്നത് കൊണ്ടോ ഗോപുരങ്ങൾ കെട്ടുന്നത് കൊണ്ടോ ഒന്നും ക്ഷേത്രങ്ങൾ അഭിവൃദ്ധിപ്പെടുന്നില്ല. ക്ഷേത്രങ്ങൾ അഭിവൃദ്ധിപ്പെടുന്നത് മനുഷ്യ മനസ്സിൽ ആ ക്ഷേത്രങ്ങൾക്കുണ്ടാകുന്ന സ്ഥാനത്തിന്റെ അഭിവൃദ്ധി കൊണ്ടാണ്. ബാഹ്യമായിരിക്കുന്നതൊക്കെ വേണം, പക്ഷേ അതിൽ കൂടുതലായിട്ട് നമ്മുടെ സമൂഹത്തിലെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ സമൂഹത്തിലെ യുവാക്കൾക്ക്, നമ്മുടെ സമൂഹത്തിലെ സഹോദരീ സഹോദരന്മാർക്ക് എങ്ങനെ ആത്മീയമായിരിക്കുന്ന ഉന്നതി, ബൗദ്ധികമായിരിക്കുന്ന ഉന്നതി, ധാർമ്മികമായിരിക്കുന്ന ഉന്നതി എങ്ങനെ കൈവരുത്താൻ നമുക്ക് സാധിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ക്ഷേത്രങ്ങളുടെ ആത്യന്തികമായ അഭിവൃദ്ധി. അതിന് ശ്രീ ഭഗവാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് എന്തെങ്കിലും ചെറിയൊരു ചർച്ച ആവശ്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ എന്ന് ഉത്തരം പറയാം. അതായത് നമ്മുടെ ക്ഷേത്രങ്ങളിൽ വടക്കുന്നാഥൻ ക്ഷേത്രം നോക്കുന്നുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ആ വിഗ്രഹത്തിൽ സാധ്യത. എന്നാൽ ക്ഷേത്രത്തിൻ്റെ വാസ്തു അങ്ങനെയാണ്. പൊതുവെ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ വാസ്തു അങ്ങനെയാണ്. അപ്പോൾ സ്വാമി മെയിനായിട്ട് പറഞ്ഞു ക്ഷേത്രം ഒരു സാമൂഹിക കേന്ദ്രമാണെന്ന് പറഞ്ഞു. ഈ സമൂഹത്തിലെ ആരെയാണ് ഈ ക്ഷേത്രം പ്രതീക്ഷിക്കുന്നത്? ആർക്കാണ് അവിടെ നിർത്താൻ സ്ഥലമുള്ളത്? അപ്പോൾ വലിയൊരു അഭിപ്രായം ഞാൻ അതുകൂടെ പറയാം. ഈ ക്ഷേത്രം മുഴുവൻ ജനങ്ങൾക്കും കയറി വരാവുന്ന അവരുടെ ഒരു ആശ്രയസ്ഥാനമായിട്ട് മാറ്റണമെങ്കിൽ ആ വാസ്തു കൂടെ മാറ്റേണ്ടതില്ലേ? ഇപ്പോൾ ഈ ചിന്നായ ക്ഷേത്രത്തിൽ ഇവിടെ ഈ വസ്ത്രം മൂടാതെ തന്നെ ഈ ഷെട്ട് മാറ്റാതെ തന്നെ ഉള്ളിലേക്ക്, അതുകൊണ്ട് മാത്രം ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മുടെ പഴയ കാലത്തെ ഉണ്ടായിരുന്ന സങ്കല്പങ്ങളിൽ നിന്ന് പുതിയ കാലത്തേക്ക് വരുമ്പോൾ, കാരണം ചുരിദാരത്ത് ചില ക്ഷേത്രങ്ങളിൽ കയറാം, പാൻറിട്ട് ചില ക്ഷേത്രങ്ങളിൽ കയറാം. ഇതൊന്നും ഭഗവാൻ പറഞ്ഞതല്ല, മനുഷ്യൻ പറഞ്ഞത് തന്നെയാണ്. ഈ തരത്തിലുള്ള മാറ്റങ്ങൾക്ക് സാധ്യതയില്ലേ സ്വാമി? ഒന്നാമതായിട്ട് ഓരോരോ ക്ഷേത്രങ്ങളിലെയും വാസ്തു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭഗവാന്റെ ശരീരമാണത്. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ ക്ഷേത്രങ്ങൾ താന്ത്രിക ക്ഷേത്രങ്ങളാണ്. അതുകൊണ്ട് ഒരു പ്രൊപ്പോർഷനായിട്ടുള്ള ഒരു രീതിയാണ് നമ്മുടെ ശരീരത്തിൽ. എങ്ങനെയാണോ ശിരസ്, ഗളം, അല്ലെ ഈ ഉരസ് എന്നിവയുള്ളത്, അതേപോലെയാണ് ആ ക്ഷേത്രങ്ങളുടെ സ്ഥാനം. അതുകൊണ്ട് നമ്മൾ താന്ത്രികമായിരിക്കുന്ന രീതിയിൽ ഒരു ക്ഷേത്രം ഉണ്ടാക്കുകയാണെങ്കിൽ ആ കണക്ക് നിർബന്ധമായി പരിശീലിച്ചുകൊണ്ട് മാത്രമേ ആ പഴയ രീതിയിലുള്ള ക്ഷേത്രം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കൂ, ഈ പിന്നെ നമ്മുടെ അങ്ങ് പറഞ്ഞതുപോലെ നമുക്ക് എങ്ങനെയാ ഭഗവാൻ ഒരു നിമിഷം പോലും കാണാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ആ ഒരു നിമിഷം കണ്ടതിന് ശേഷം ഇരുന്ന് ധ്യാനിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതായ അന്തരാളങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഭഗവാനെ ഒന്ന് കണ്ടിട്ട് ഉറങ്ങി ഓടിപ്പോവല്ല വേണ്ടത്. ആ കണ്ടതായ രൂപത്തെ മനസ്സിൽ ഉറപ്പിച്ച് കുറച്ചു നേരം ഇരുന്ന് ധ്യാനിക്കുക എന്ന ഒരു ശീലം പതുക്കെ നമ്മുടെ ഭക്തന്മാരിൽ ഉണ്ടാക്കിക്കൊണ്ടുവരണം. അല്ലാതെ നമുക്ക് ഇപ്പോൾ ഒരു പള്ളി പോലെ ഒരു വലിയ ഹോളും ഒരു അമ്പലവും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് ആരാധിക്കാൻ സാധിക്കും. പക്ഷേ ആ ഒരു ആരാധനയും നമ്മുടെ ക്ഷേത്രത്തിൽ ഉണ്ടാകുന്ന ഒരു സമാധി അനുഭവവും അത് തീർച്ചയായിട്ടും വ്യത്യസ്തമായിരിക്കും. എത്രയോ ക്ഷേത്ര ഉത്തരവാദിത്തത്തിലൊക്കെ ഞാൻ പറഞ്ഞു, ഉത്തരവാദിത്തത്തിൽ പോയി കഴിഞ്ഞാൽ അതൊരു ആരാധനാലയമാണ്. അതുകൊണ്ട് വലിയ മൂർത്തി, മാർബിളിന്റെ മൂർത്തികൾ ഉണ്ടാവും, ആർക്ക് വേണമെങ്കിൽ എവിടെ വേണമെങ്കിൽ ഇരുന്ന് കാണാം. അത് തെറ്റാണോ? ഒന്നുമല്ല. പക്ഷെ നമ്മുടെ ക്ഷേത്രങ്ങളുടെ ഒരു പ്രത്യേകത, നമ്മുടെ ക്ഷേത്രങ്ങളിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രത്യേക അനുഭൂതിയുടെ വിശേഷമായ കാരണം ഈ വാസ്തുവാണ്. അപ്പോൾ ശരിയാണ്, എല്ലാവർക്കും കണ്ടു തൊഴാനുള്ളതായ സമയം അത് വളരെ കുറവാണ്. അപ്പോൾ ഭഗവാനെ കാണുന്നതായ ആ ഒരു നിമിഷത്തെ നമ്മുടെ ഹൃദയത്തിൽ ഒതുക്കി കുറച്ചു നേരം ഇരുന്ന് നാമം ജപിക്കുവാനും ധ്യാനിക്കുവാനുള്ളൊരു ശീലം നമുക്കില്ല. അത് ഉണ്ടാക്കിക്കൊണ്ടുവരിക എന്നതായിരിക്കും ഇപ്പോഴത്തെ നമ്മളുടെ ഒരു പ്രത്യേക രീതി. പിന്നെ പറഞ്ഞല്ലോ, ഈ ഷർട്ട് ഊരുക, അതൊക്കെ പിന്നെ ഓരോ പതുക്കെ മാറി തുടങ്ങിക്കഴിഞ്ഞു. പല ക്ഷേത്രങ്ങളും ഇപ്പോൾ പതുക്കെ സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്താണോ കാലത്തിനനുസൃതമായിട്ടുള്ളത്, കാലാനുസൃതമായതിനെ സ്വീകരിക്കാൻ ഹിന്ദുമതം എപ്പോഴും തയ്യാറാണ്. തീർച്ചയായിട്ടും സമയമാകുമ്പോൾ എന്താണോ, ഏത് വിധത്തിലാണോ വേണ്ടത്. നമുക്ക് ഞാനൊരു സന്യാസിയാണ്, അതുകൊണ്ട് തന്നെ പലതിലും ഞാൻ അഭിപ്രായം പറയാൻ പാടില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഞങ്ങൾ സമൂഹമാണ് എന്ത് ചെയ്യേണ്ടത്, ഇത്യാദി കാര്യങ്ങളിലൊക്കെ ചിന്തിക്കേണ്ടത്. പക്ഷെ ഒരു ശുദ്ധി, നമുക്കിപ്പോൾ ഉത്തരവാദിത്തത്തിലൊക്കെ പോയാൽ കാണാം, ക്ഷേത്രത്തിൽ വരുമ്പോൾ
ആഭാസകരങ്ങളായ രീതിയിൽ വസ്ത്രം ധരിച്ചു വരുന്നതായ ആളുകളെയൊക്കെ നമുക്ക് പലപ്പോഴും പോയാൽ കാണാൻ പറ്റും. നമ്മുടെ ക്ഷേത്രത്തിൽ ഈ ചെറിയ ചിട്ടകളൊക്കെ ഉള്ളത് കൊണ്ടാണ് കുറച്ചെങ്കിലും മാന്യമായ ഒരു വസ്ത്രമൊക്കെ ധരിച്ചു വരാൻ മനുഷ്യൻ തയ്യാറാവുന്നത്. ശരിക്കും ഞങ്ങൾക്ക് ബോംബെയിലെ ഒരു ക്ഷേത്രം, ചിന്മയ മിഷന്റെ ആസ്ഥാനമാണ് ബോംബെയില്. അവിടെ ജഗദീശ്വരന്റെ മനോഹരമായൊരു ക്ഷേത്രമുണ്ട്. അത് ഇതേപോലെ ഉത്തരഭാരതത്തിലെ രീതിയാണ്. ഒരു ഹോള്, അതിൽ ഭഗവാന്റെ അങ്ങനെയാണ്. സത്യത്തിൽ ഞാൻ അവിടെ പലപ്പോഴും ഇങ്ങനെ ഇരുന്നിങ്ങനെ ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഞെട്ടിപ്പോകും. നമ്മൾ ആളുകള് അവിടെ വരുന്നത് ഈ ഹാഫ് നിക്കറും ക്വാർട്ടർ നിക്കറും വസ്ത്രം ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാൻ പറ്റാത്ത വിധത്തിൽ വികൃതമായിട്ടുള്ള ഒരുതരം രീതികളൊക്കെ നമ്മുടെ ക്ഷേത്രത്തിൽ ഒന്നുമല്ലെങ്കിലും കുറച്ച് ഇങ്ങനെയുള്ള ചില റെസ്ട്രിക്ഷൻസ് ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു അത്രയും വികൃതമായിട്ടൊന്നും ആരെയും വരാത്ത. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. അങ്ങ് പറഞ്ഞത് തീർച്ചയായിട്ടും ശരിയാണ്. ഈ ഷട്ടൂര് അതൊക്കെ പറഞ്ഞ പലർക്ക്, പ്രത്യേകിച്ച് പുതിയ എന്താ പറയുക യങ് ജനറേഷൻ, അതൊക്കെ ഇഷ്ടമുള്ള ഒരു കാര്യമൊന്നുമല്ല. അപ്പൊ അവർ അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ വരാതിരിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങ് പറഞ്ഞത് ശരിയാണ്. പക്ഷെ എത്രത്തോളമാണ് നമുക്കതിനെ കൊണ്ടുവരേണ്ടത് എന്നുള്ളത് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ചില അതുപോലെ നമുക്കൊരു പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലേ, പോലീസ് ഉദ്യോഗസ്ഥന് യൂണിഫോം അണിയുമ്പോൾ മാത്രമേ ആൾക്ക് വിലയുള്ളൂ. അതുമാതിരി ക്ഷേത്രത്തിൽ വരുമ്പോൾ ക്ഷേത്രത്തിന് അനുയോജ്യമായിരിക്കുന്ന വസ്ത്രവിധാനം തീർച്ചയായിട്ടും അത് ശരിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭക്തന്മാർക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്, ക്ഷേത്രം നടത്തിപ്പവർക്ക് വേണ്ടിയിട്ടല്ല. അപ്പൊ നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ ചൈതന്യം വർദ്ധിപ്പിക്കാൻ അവിടെ പോകുന്ന ഭക്തന്മാർക്ക് എന്താണ് ചെയ്യാൻ സാധിക്കും? ഇപ്പൊ മുമ്പ് ഇവിടുത്തെ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ അവിടെ ഇരുന്നിട്ട് ലളിതാ സഹസ്രനാമം അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരെ കാണാറില്ല, അതൊക്കെ ഒഴുകിയിട്ടുണ്ടാകും ചെയ്യും. ഇപ്പോഴത്തെ സമയത്ത് അത് തീരെ കാണാനില്ല അങ്ങനത്തെ ആൾക്കാർ അമ്പലത്തിൽ പോകും. പക്ഷെ അങ്ങനെ ചെയ്യേണ്ടതല്ലേ? ഇതൊരു ചോദ്യം. നെക്സ്റ്റ് ചോദ്യം എന്താ വെച്ചാൽ നമ്മൾ അമ്പലത്തിന്റെ പുറത്ത് പ്രദക്ഷിണം വെച്ചിട്ടാണോ പിന്നീട് നമ്മൾ ഉള്ളിൽ കയറേണ്ടത്? തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മന്ത്രശുദ്ധി എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് എന്തുകൊണ്ടാണ് പണ്ട് കാലത്ത് ആളുകൾ മന്ത്രം ജപിക്കുകയായിരുന്നു? എന്താണെന്ന് വെച്ചാൽ അവർക്ക് അറിയാമായിരുന്നു ജപിക്കാൻ. നമ്മുടെ കുഞ്ഞുങ്ങളിൽ എത്ര പേർക്ക് സന്ധ്യാനാമം അറിയില്ല? ലളിതാ സഹസ്രനാമമൊക്കെ പോട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എത്ര പേർക്ക് സന്ധ്യാനാമം, രാമനാരായണ എന്നുള്ള മന്ത്രം പോലും അറിയാത്ത അവസ്ഥയായില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ക്ഷേത്രങ്ങൾ പതുക്കെ ഈ ഒരു കുഞ്ഞുങ്ങളെ, നമ്മുടെ അടുത്ത തലമുറയെ ഇതിനെ പഠിപ്പിക്കാൻ തയ്യാറാവണം. പഠിപ്പിച്ചാലല്ലേ അവർക്കത് പഠിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒന്ന്, ഈ പുറമെ പ്രദക്ഷിണം ചെയ്തിട്ട് അകത്ത് പോകണോ എന്നുള്ള കാര്യങ്ങൾ അത് ഓരോ ക്ഷേത്രത്തിലും അതിൻ്റെതായിട്ടുള്ള ആചാരം അനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത്. പൊതുവെ ആ പുറമെ പ്രദക്ഷിണം ചെയ്ത് പുറമേയുള്ളതായ ദേവതകളെ നമസ്കരിച്ചിട്ട് വേണം ഉള്ളിലേക്ക് കയറാൻ പൊതുവെ. പക്ഷെ ചില ക്ഷേത്രങ്ങളിൽ അതിൻ്റെതായിട്ടുള്ള ആചാരം ഉണ്ടാവും. അതനുസരിച്ച് ഇപ്പൊ വടക്കുന്നാലിലൊക്കെ അല്ലേ നമ്മള് ആ പ്രദക്ഷിണം കഴിഞ്ഞിട്ടാണ് ഉള്ളിൽ കയറുക എന്നുള്ളതാണ്. പക്ഷെ വേറെ ക്ഷേത്രങ്ങൾ അങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ പൊതുവെ അങ്ങനെ വേണം എന്നാണ്. ചില നമ്മുടെ ഭഗവാന്റെ അന്നമയ കോശത്തെ പ്രദക്ഷിണം ചെയ്തിട്ട് പ്രാണമയ കോശത്തിലേക്കും അനുവൻ, അങ്ങനെയാണ് പൊതുവെ അങ്ങനെയാണ്. നമസ്കാരം ശാന്തി. എൻ്റെ രണ്ട് ചെറിയ സംശയങ്ങളാണ് കഴിയുമാണെങ്കിൽ. സ്വാമി പറയുകയായി, അതായത് സ്വയംഭൂവായിട്ടുള്ള പ്രതിഷ്ഠയും അതുപോലെ തന്നെ നമ്മൾ പ്രതിഷ്ഠ നടത്തുന്നത്, ഇത് തമ്മിലുള്ളതായ വ്യത്യാസം എന്താണ്? ഒന്ന്. രണ്ട്, ക്ഷേത്രം നമ്മുടെ സമൂഹത്തിന്, അതായത് ഭാരവൃദ്ധ ജനങ്ങൾക്ക് അതിൽ നൽകുന്ന ഒരു കേന്ദ്രമായിട്ട് മാറണം. അത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? സ്വയംഭൂ എന്ന് പറയുന്നത് ഭഗവാന്റെ വിശേഷമായ സാന്നിധ്യം സ്വയം പ്രകടമാകുന്നതായ സ്ഥലങ്ങളെയാണ് സ്വയംഭൂ എന്ന് പറയാം. പലയിടത്തും അല്ലേ സ്വയംഭൂലിംഗങ്ങളുണ്ട്. അതിന് താഴെ ഈ ഷടാധാര പ്രതിഷ്ഠാദികളൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ നമുക്കിവിടെ പല സ്ഥലങ്ങളിൽ പല അമ്പലങ്ങളിൽ പോയാലും പറയും ഇത് മൂലസ്ഥാനമാണ്, ഇത് ക്ഷേത്രമാണ്. ഈ മൂലസ്ഥാനം എന്ന് പറയുന്നത് അവിടെയാണ് ഭഗവാന്റെ ചൈതന്യം പ്രകടമായത്. പിന്നീട് ഷടാധാര പ്രതിഷ്ഠ നടത്തി പ്രതിഷ്ഠിച്ചതിനെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. സ്വയം അത് പ്രകടമാകുന്നതാണ്. ഈ ക്ഷേത്രത്തിൽ അത് ഷടാധാര പ്രതിഷ്ഠ കിടക്കുന്നത് വിധിവത്തായിട്ട് താന്ത്രിക ക്രിയകളിലൂടെ ആ വിഗ്രഹത്തെ പ്രതിഷ്ഠിക്കുന്നതിനെയാണ് ഈ മറ്റ് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അപാരവൃദ്ധജനങ്ങളിലേക്ക് ഇതിനെ എത്തിക്കാൻ എന്താ വഴി? ഏറ്റവും നല്ല വഴി മതപാഠശാലകളാണ്. ഇപ്പൊ ഈ മതപാഠശാലയ്ക്ക് എന്ത് പേരിട്ട് വിളിച്ചാലും വേണ്ടില്ല, പക്ഷെ പാഠശാലകൾ ഉണ്ടാകണം. അത് കുട്ടികൾക്ക് മാത്രമല്ല, കുട്ടികളെക്കാൾ കൂടുതൽ വലിയവർക്ക് ഉണ്ടാകണം. എന്താ വെച്ചാൽ വലിയവർക്ക് എന്തെങ്കിലും അറിഞ്ഞാലേ അത് കുട്ടികളിൽ എത്തുള്ളൂ, അല്ലെ? അപ്പോ എന്താണ് നമ്മുടെ ആളുകൾക്ക് ഇത് എത്തിക്കാനുള്ള വഴി? അവരെ ഉദ്ബുദ്ധരാക്കുക.
അവരെ പഠിപ്പിക്കുക. ഇപ്പൊ പലപ്പോഴും ഉണ്ട്, എന്തെങ്കിലും ക്ലാസ് ഉണ്ടെങ്കിൽ മിക്കവാറും അമ്മമാരേ ഉണ്ടാവുള്ളൂ ക്ലാസ്സിൽ. നല്ല കാര്യമാണ് അമ്മമാര് മാത്രം പഠിച്ചാൽ പോലെ അച്ഛന്മാരും പഠിക്കണം അല്ലെ? കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത് അമ്മയെ നോക്കി മാത്രമല്ല, പലപ്പോഴും അച്ഛനെ നോക്കിയിട്ടാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അച്ഛൻ അമ്പലത്തിൽ നിന്നും പോവാറില്ല, അമ്മ അമ്പലത്തിൽ തന്നെയായിരിക്കും, എന്നാലും അച്ഛൻ അമ്പലത്തിൽ നിന്നും പോവാറില്ല. എന്താ വെച്ചാൽ അങ്ങനെയാണ് മനസ്സിൽ, കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അവരുടെ ഫസ്റ്റ് ഹീറോ അച്ഛനാണ്. അതുകൊണ്ട് ഇത് സ്ത്രീകൾ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഈശ്വരാരാധന സ്ത്രീയും പുരുഷനും ഒക്കെ ചെയ്യേണ്ടതാണ്. അപ്പൊ ഇതിനെന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിനുള്ള ഒരു നമുക്കിപ്പോ വേറെ ഏതൊരു മതത്തിലും നോക്കി, ക്രിസ്ത്യാനികളിലായാലും മുസ്ലിങ്ങളായാലും സ്ത്രീകൾ മാത്രമാണ് പോകുന്നത്, എല്ലാവരും പോകും. എന്തുകൊണ്ട്? അവർക്ക് അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ, അങ്ങനെയുള്ള ഒരു എന്താ പറയാ, ഒരു വിദ്യാഭ്യാസം അവർക്ക് കിട്ടിയിട്ടുണ്ട്, നമുക്കതില്ല. അപ്പൊ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ആരംഭിക്കേണ്ടതാണ് നമ്മുടെ ഈ മതവിദ്യാഭ്യാസം. എല്ലാവർക്കും, അത് ക്ഷേത്രങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ, വേറെ ആർക്കും പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിഷനുകളൊക്കെ വളരെ പരിമിതങ്ങളാണ്. ഞങ്ങൾക്കൊക്കെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആ ചുറ്റുമുള്ള ആളുകളെ കൂട്ടിയിട്ട് ഒരു ക്ലാസ് സംഘടിപ്പിക്കുക. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് അതിൽ വന്ന് സഹകരിക്കാൻ പറ്റും. അല്ലാതെ ഞങ്ങൾ ആൾക്കാരെ വിളിച്ച് ഇതേപോലെ ഇരിക്കും. എന്തുകൊണ്ട്? നമുക്ക് പലപ്പോഴും ആളുകളുടെ ഉള്ളില് അത്രയുള്ളൂ, നിങ്ങൾക്കുള്ളതായ ഹോൾഡൊന്നുമില്ല. അപ്പൊ ക്ഷേത്രങ്ങൾ എന്ത് ചെയ്യണം? ക്ഷേത്രങ്ങള് കുഞ്ഞുങ്ങൾക്കും അമ്മമാർക്കും പുരുഷന്മാർക്കും യുവാക്കൾക്കും ഒക്കെ ഉള്ള ക്ലാസ്സുകൾ അത് സംഘടിപ്പിക്കാനും അത് രസകരമായി സംഘടിപ്പിക്കാൻ സാധിക്കണം. അല്ലാതെ കുഞ്ഞുങ്ങളോട് ആത്മതത്വത്തെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ യുവാക്കളോട് വൈരാഗ്യത്തെ കുറിച്ചൊന്നും പറയുന്നതായ ക്ലാസ്സുകളാവരുത്. അവർക്ക് രസകരമായി ഈ വിഷയങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിലുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിക്കുക. അതിന് നമുക്ക് നയിക്കാൻ പറ്റുന്നതായ ശരിയായ അധ്യാപകന്മാരെ വാർത്തെടുക്കണം ആദ്യം, അല്ലേ? ഇപ്പൊ പലയിടത്തും ഒരു കാലഘട്ടത്തില് ഈ NSSന്റെ നേതൃത്വത്തിൽ എല്ലായിടത്തും മതം വേണം പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഉദ്ഘാടനമൊക്കെ നടന്നു. ഉദ്ഘാടനം മാത്രമേ നടന്നിട്ടുള്ളൂ, അതിന് ശേഷം ഒരു ക്ലാസ് നടക്കാറില്ല. എന്താ നടക്കാത്തത്? പഠിപ്പിക്കാൻ ആളില്ല. അതിപ്പോ ആര് അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യണം? നോക്കൂ, നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് റിട്ടയേർഡ് നോട്ട് ടയേർഡ് ആയിട്ട് ഒരുപാട് പേരുണ്ട്, അല്ലെ? നല്ല ശക്തിയിൽ 19 വയസ്സ് ഗവൺമെന്റിന്റെ ഓർഡർ കൊണ്ട് നമുക്ക് ഉദ്യോഗം വിടേണ്ടി വന്നു. പക്ഷെ നല്ല ശക്തിയുണ്ട്, മനസ്സിന് സാമ്പത്തികമായിട്ട് വലിയ കുഴപ്പമൊന്നും. ഒരുപാട് പേരുണ്ട്. അവരെന്ത് ചെയ്യണം? ആദ്യം ട്രെയിൻ ചെയ്യണം. അല്ലാതെ അവര് പോയിട്ട് ക്ലാസ്സുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് വലിയ ഡിസാസ്റ്റർ ആയിരിക്കും. അതുകൊണ്ട് ആദ്യം അവരെ ഇപ്പൊ ചിന്മയ മിഷനിലൊക്കെ ഉള്ളതുപോലെ ബാലവിഹാർ കോർഡിനേറ്റേഴ്സ് ആക്കി, ബാലവിഹാർ കുട്ടികൾക്കുള്ളത് യുവാക്കൾക്കുള്ളത്, അതുപോലെ ഇവർക്ക് ക്ലാസ് എടുക്കാൻ അവരെ പരിശീലിപ്പിക്കണം. എനിക്ക് തോന്നുന്നു ആദ്യം നമുക്ക് നല്ല ഓരോ ക്ഷേത്രത്തിലും കുറച്ച് പേര് 4-5 ആളുകളെ തിരഞ്ഞെടുത്ത് ട്രെയിൻ ചെയ്യിക്കണം. അതിന് ചിന്മയ മിഷനെ പോലെയുള്ളതായ ഓർഗനൈസേഷൻസ് തീർച്ചയായിട്ടും സഹകരിക്കാൻ സാധിക്കും. എന്നിട്ട് എന്ത് ചെയ്യണം? അവരവരുടേതായിട്ടുള്ള ക്ഷേത്രങ്ങൾ പതുക്കെ ഈ പഠനം നടത്തിക്കൊണ്ട് വന്നാൽ തീർച്ചയായിട്ടും അത് വലിയ നമുക്ക് നമ്മുടെ ഹിന്ദുമതത്തിന്റെ ഒരു പ്രത്യേകത, ഇതൊരിക്കലും ചോദ്യം ചെയ്യുന്നതിനെ എതിർക്കുന്നില്ല. എന്തു ചോദ്യവും ചോദിക്കാം, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവുണ്ട് നമുക്ക്. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുന്നില്ല. ആര് എന്തു ചോദിച്ചാലും ഒന്നും അറിയില്ല. എന്തുകൊണ്ടെന്ന് അവർ പഠിപ്പിച്ചിട്ടില്ല. അത് മതത്തിന്റെ കുഴപ്പമല്ല, അത് കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ഇത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് കുറച്ച് നല്ല ടീച്ചേഴ്സിനെ ഉണ്ടാക്കാൻ സാധിക്കണം. എങ്ങനെയാ? നമുക്ക് ആളുകളുണ്ട്, അവരെ വേണ്ടവണ്ണം ട്രെയിൻ ചെയ്യിച്ച് അത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്, യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ളത്, കുറച്ച് മുതിർന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നയിക്കാൻ പറ്റുന്ന അധ്യാപകരെ നമുക്ക് ആദ്യം ട്രെയിൻ ചെയ്യിക്കണം. അതിന് ദിവസങ്ങളൊക്കെ മുന്നിട്ടിറങ്ങണമെന്ന് അപേക്ഷിക്കുന്നു. നമസ്തേ സാർ, ഞാൻ ചന്ദ്രശേഷത്തിലാണ്. അപ്പൊ കുറെ സംശയങ്ങൾക്ക് സ്വാമിയുടെ പ്രഭാഷണത്തിൽ നിന്ന് തന്നെ എനിക്ക് മറുപടി കിട്ടി. അത് കൂടാതെ കൊണ്ടുവരുന്ന സംശയങ്ങളാണ് ചോദിക്കുന്നത്. അതായത് പൊതുവെ നമ്മുടെ ഹിന്ദു സമൂഹത്തില് ആളുകൾക്ക് തീരും അറിയാത്തൊരു കാര്യം എനിക്ക് തോന്നുന്നത്,
എന്തിനു പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, സ്വാമിജി അത് പറഞ്ഞല്ലോ. ആ ഒരു കാര്യം ഇപ്പൊ നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങൾ വളരെയധികം ഉള്ള ഒരു കാലഘട്ടമാണല്ലോ. ഇപ്പൊ നമ്മൾ ഇവിടുത്തെ ചെയ്ത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെറിയ മനുഷ്യന്റെ എന്തെങ്കിലും ഒരു ഇൻഫോർമേറ്റീവ് ലെക്ചർ എന്നുള്ള രീതിയിൽ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം, എന്തിനു പ്രാർത്ഥിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു യൂട്യൂബിലോ മറ്റോ കൊണ്ടിട്ട് കഴിഞ്ഞാൽ വളരെ ഉപകാരപ്പെടും. പിന്നെ എനിക്ക് വേറെ സംശയം, നമ്മൾ ഞാനൊരു കുടുംബക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ്. അപ്പൊ അവിടെ ഞങ്ങൾ കുടുംബക്ഷേത്രത്തിലെ ഒരാളിനെയാണ് പൂജകളൊക്കെ ചെയ്യുന്നത്. അദ്ദേഹം എല്ലാ ഒന്നും എടുത്തുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ പലപ്പോഴും മരണം ജനനം എന്നുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വരുന്നുണ്ട്. അപ്പോ ഈ നമ്മുടെ റിലേഷനിൽ ഏത് റിലേഷൻ വരെ നമ്മൾ ഈ ഇത് നോക്കണം. അതായത് അമ്മാവൻ, വെളിച്ചൻ, അപ്പൊ അങ്ങനെയുള്ള ആ ബന്ധം അത് ഏതുവരെ നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ ഈ മാറി നിൽക്കേണ്ടത് വിചാരിക്കാൻ വേണ്ടിയുള്ളത്. അതുകൂടി ഒന്ന് അറിയാം. ഈ ഒരുപാട് അല്ലെ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞ് വളരെ ശരിയാണ്. നമുക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്നൊക്കെ കുറിച്ചിട്ട് തീർച്ചയായിട്ടും നല്ല സ്പെഷ്യലി ഓൺലൈൻ മീഡിയകളിലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. തീർച്ചയായും അതിന് ഓൾറെഡി കുറേ ഇഷ്ടം പോലെ. എനിക്ക് തോന്നുന്നു ഇപ്പൊ കൂടുതലായതാണ് പ്രശ്നം തോന്നുന്നു. ഒരേ സാധനം തന്നെ 4 പേര് 4 വിധത്തിൽ പറയുന്നതായ ഒരു അവസ്ഥയുണ്ട്. എന്നാലും തീർച്ചയായിട്ടും നല്ലൊരു അഭിപ്രായമാണ്. അതിനെക്കുറിച്ചിട്ട് എന്തായാലും മിഷൻ ഭാരവാഹികൾക്ക് ചിന്തിക്കാവുന്നതാണ്, ചെയ്യേണ്ടതാണ്. ഇനി പുലവാലായ്മ, അത് ഓരോ സമൂഹത്തിൻ്റെയും അത് മക്കത്തായമാണോ മരുമക്കത്തായമാണോ എന്നനുസരിച്ചിട്ടാണ് അത് സാധാരണയായിട്ട് വരുന്നത്. അത് 3 തലമുറ വരയ്ക്കും എന്നൊക്കെയാണ് പറയുക. അത് നോക്കിയിട്ട് പ്രത്യേകിച്ചും പൂജാരിമാർക്കൊക്കെ അവർ പലപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്പൂതിരിമാർക്കൊക്കെ ബ്രാഹ്മണർക്കൊക്കെ അവർക്ക് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവർ ഈ 3 എന്നുള്ളത് വെച്ചിട്ട് 3 തലമുറ എന്ന് വെച്ചാൽ ഇപ്പോൾ അതിനു മുമ്പുള്ളവർക്കും പിമ്പുള്ളവരെയും അവരെ പുലവാലായ്മകൾക്ക് മുറിക്കുക എന്ന് പറയും. എന്താ വെച്ചാൽ ഉണ്ട് ഇല്ലെന്നല്ല, പക്ഷെ അതിങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് വീട്ടിലിരിക്കാനേ സമയം ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ 3 തലമുറ കഴിഞ്ഞ് അത് മുറിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അത് ഇത്രത്തോളം മതി എന്ന് അവർ തന്നെ റെസ്ട്രിക്റ്റ് ചെയ്യും. എന്നിട്ട് അതനുസരിച്ചിട്ട് മുന്നോട്ട് പോവുക. അങ്ങനെ എന്തെങ്കിലും ഒരു വരി ചെയ്യേണ്ടതായിട്ട് വരും. അത് എന്ന് വെച്ചാൽ ഈ സമൂഹമാണല്ലോ, ആ സമൂഹത്തിൽ എങ്ങനെയാണ് ഈ നമുക്ക് പറയാൻ ഇങ്ങനെ വേണം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ചെയ്യാറുണ്ട്. നമ്പൂതിരിമാർക്കൊക്കെ അങ്ങനെ 3 കഴിഞ്ഞിട്ട് പുല മുറിക്കുക എന്ന് പറയും. അങ്ങനെ ഒരു പരിപാടി ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലും ബന്ധുക്കൾ എന്തൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ രക്തബന്ധമാണ്. അല്ലെങ്കിൽ ഈ ദായം മരുമക്കത്തായമാണോ മക്കത്തായമാണോ അനുസരിച്ചിട്ടാണ്. അത് നമ്മുടെ ഓരോരുത്തരും സമൂഹം അനുസരിച്ചിട്ട് നമ്മൾ തന്നെ നിശ്ചയിച്ച്, നമ്മുടെ സമൂഹം പ്രത്യേകിച്ചും ഈ പൂജാരിമാരുടെ അവര് നിശ്ചയിച്ച് ഇതിനെ ഒരു പ്രായശ്ചിത്തം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് മതിയാകും തോന്നുന്നു. അങ്ങനെ അതായത് സമ്പ്രദായം ഓൾറെഡി ഉണ്ട്. ഓക്കെ, എന്തായാലും എല്ലാവരും കാണാൻ പറ്റിയ സന്തോഷം. നമുക്ക് ഇനി ഇതൊരു ഓൺഗോയിങ് എന്താ പറയാ ഒരു ചർച്ചയായി തീരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഒരുമിച്ചിരുന്ന് പല കാര്യങ്ങളും ഇപ്പം ഇത് തുടക്കമായി നമുക്ക് കുറച്ച് പേർക്ക് വരാൻ പറ്റി. ഇനിയും കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ഒരുമിച്ചിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ഓരോ ക്ഷേത്രവും ഇത് പൊതുവെ പറഞ്ഞു, ഇനി ഓരോ ക്ഷേത്രവും നേരിടുന്നതായ ചില പ്രശ്നങ്ങളുണ്ടാവും. ഈ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് നമുക്ക് സഹകരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ഒരു കൂട്ടായ്മ. ഇപ്പോൾ തൃശ്ശൂർ അല്ലെങ്കിൽ തൃശ്ശൂർ ക്ഷേത്രത്തിന് ചുറ്റുമുള്ളതായ ക്ഷേത്രങ്ങളെ തന്നെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അതൊക്കെ വളരെ നമുക്ക് സമൂഹത്തിന് വലിയ ഒരു പ്രചോദനമായി തീരും. അതിനൊരു ശുഭ നാന്ദിയാകട്ടെ ഇന്നത്തെ നമ്മുടെ ഈ സമ്മേളനം എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് എല്ലാവർക്കും ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ഒക്കെയുള്ള കഴിവുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ എല്ലാവർക്കും ഹൃദയംഗമമായ നന്ദി സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു.